എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈമെന്റർ PSC ആപ്പിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഡിയംസിനെ പറ്റി പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ വരുന്ന കൺഫ്യൂസിംഗ് വേർഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കൺഫ്യൂസിംഗ് വേർഡ്സ്? കുഴപ്പിക്കുന്ന വാക്കുകൾ അല്ലേ? ഇംഗ്ലീഷിൽ നമ്മളെ കുഴപ്പിക്കുന്ന, കൺഫ്യൂസ് ചെയ്യിക്കുന്ന വാക്കുകൾ, അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഇംഗ്ലീഷ് വൊക്കാബുലറി എടുത്തു കഴിഞ്ഞാൽ, വൊക്കാബുലറി എന്നാൽ പദസമ്പത്ത് എന്നാണ് അല്ലേ? പദാവലി എന്ന് പറയും, പദങ്ങളുടെ സമ്പത്ത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള, പദങ്ങളുള്ള ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ചില വാക്കുകൾ നമ്മളെ കുഴപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പിക്കുന്ന വാക്കുകൾ PSC എടുത്ത് ചോദിക്കാറുണ്ട്. ആ വാക്കുകൾ വരുന്ന ടോപ്പിക്കാണ് കൺഫ്യൂസിംഗ് വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് ഓഫൺ കൺഫ്യൂസ്ഡ്. നമുക്ക് പലപ്പോഴും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കുന്ന വാക്കുകൾ എന്ന ടോപ്പിക്കിൽ PSC കൊടുത്തിരിക്കുന്നത്. പലതവണ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നിന്ന് PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ടോപ്പിക്കാണ് കൺഫ്യൂസിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. നമുക്കതിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ഈ വേർഡ്സിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ഈ കൺഫ്യൂസിംഗ് വേർഡ്സ് പൊതുവെ വരാറുള്ളത് നമ്മൾ ഉച്ചാരണം ചെയ്യുമ്പോൾ, നമ്മൾ ഉച്ചരിക്കുമ്പോൾ, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരുപോലെ തോന്നും, പക്ഷേ അതിൻ്റെ അർത്ഥം വ്യത്യാസമായിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും ചെറിയൊരു 1-2 അക്ഷരങ്ങൾ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു അക്ഷരമായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന വാക്കുകളാണ് നമ്മൾ പൊതുവെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അതിൽ തന്നെ ഒരേ ഉച്ചാരണവും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥവും വരുന്ന വാക്കുകളെ പൊതുവെ ഹോമോഫോൺസ് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അറിവിലേക്കാണ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഹോമോഫോണുകൾ. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ ഒരേ പ്രൊനൗൺസിയേഷൻ വരുന്ന, ഒരേ ഉച്ചാരണം വരുന്ന, പക്ഷേ അർത്ഥം ഒറിജിനൊക്കെ വ്യത്യാസമായിരിക്കും. അങ്ങനെയുള്ള വാക്കുകളാണ് ഹോമോഫോൺസ് എന്ന് പറയുന്നത്. നമ്മളിവിടെ ഹോമോഫോണുകളെ മാത്രമല്ല നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, അല്ലാതെ സ്പെല്ലിങ്ങിൽ വ്യത്യാസം വരുന്നതും പ്രൊനൗൺസിയേഷനിൽ, ഉച്ചാരണത്തിൽ ചെറിയ വ്യത്യാസം വരുന്നതുമായിട്ടുള്ള, പക്ഷേ കുഴപ്പിക്കുന്നതുമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാക്കുകളിലേക്ക് പോകാം. ആദ്യത്തെ വാക്ക് A വെച്ചുള്ള വാക്കുകളാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ പഠിക്കാനായിട്ട് ABCD എന്ന ക്രമത്തിലാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് A വെച്ചുള്ള 3 വാക്കുകൾ നോക്കാം. അഡാപ്റ്റ്, അഡപ്റ്റ്, അഡോപ്റ്റ്. അഡാപ്റ്റ്, അഡപ്റ്റ്, അഡോപ്റ്റ്. 3 വാക്കുകളുണ്ട്. ഒരു അക്ഷരം മാത്രമേ അവിടെ മാറുന്നുള്ളൂ അല്ലേ? ഏതാണ്? ഇവിടെ അഡാപ്റ്റിൽ A ആണ്, അഡപ്റ്റിൽ E ആണ്, അഡോപ്റ്റിൽ O ആണ്. ഈ വാക്കുകൾ വരുന്ന ചോദ്യം PSC ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് 2011 LDCയിൽ ഇടുക്കി, പാലക്കാട്, കൊല്ലം 3 ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ വാക്കുകൾ വരുന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഒരു വർഷം തന്നെ 3 തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാക്കുകൾ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ A വന്നു കഴിഞ്ഞാൽ ടു അഡ്ജസ്റ്റ് ഓർ ഫിറ്റ് ടു ദി കണ്ടീഷൻ. എന്താ? അഡാപ്റ്റ് ചെയ്യുക, ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അഡാപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ADAPT എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക. അപ്പൊ നമുക്കിവിടെ A ഓർത്തിരിക്കാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലെ? A എന്ന് പറഞ്ഞാൽ A ഫോർ അഡ്ജസ്റ്റ്. എന്താ? ടു അഡ്ജസ്റ്റ് ഓർ ഫിറ്റ് ടു ദി കണ്ടീഷൻ, പൊരുത്തപ്പെടുക. രണ്ടാമത്തെ വാക്ക് അഡപ്റ്റ്. അഡപ്റ്റിൽ എന്താ? E ആണ് വരുന്നത്. ADEPT, E ആണ് വരുന്നത് അല്ലെ? E. അതിന്റെ അർത്ഥം വെരി സ്കിൽഡ്. എന്താണ്? സ്കില്ലുള്ള, പ്രാഗൽഭ്യമുള്ള, വെരി സ്കില്ലുള്ള ഒരു വ്യക്തി. അഡപ്റ്റ് എന്ന് പറയാം. ഹി ഈസ് ആൻ അഡപ്റ്റ് പേഴ്സൺ. വളരെ എന്താണ്? സ്കില്ലുള്ള, കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതാണ് ADEPT. ശ്രദ്ധിക്കുക. അടുത്തത് അഡോപ്റ്റ്. ADOPT. O വന്നു കഴിഞ്ഞാൽ ഓർഫൺ എന്ന് വിചാരിക്കുക, അനാഥർ. അഡോപ്റ്റ് നമ്മൾ ആരെ അഡോപ്റ്റ് ചെയ്യുന്നത്? അനാഥ കുട്ടികളെ അല്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ടു ടേക്ക് എ ചൈൽഡ് ഓഫ് അതർ പേരൻസ് ലീഗലി ആസ് യുവർ ഓൺ ചൈൽഡ്. എന്താണ്? ദത്തെടുക്കുക, അഡോപ്റ്റ് ചെയ്യുക, ദത്തെടുക്കുക. ADOPT എന്ന് പറഞ്ഞാൽ ദത്തെടുക്കുക, അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ അഡാപ്റ്റ്, അഡപ്റ്റ്, അഡോപ്റ്റ്, AEO. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ നമുക്ക് A വെച്ചുള്ള അടുത്ത 2 വാക്കുകളിലേക്ക് പോകാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പ്രീവിയസ് ആണ്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. അഡ്വൈസ്. രണ്ടും എന്താണ്? നേരത്തെ അഡാപ്റ്റ്, അഡപ്റ്റ്, അഡോപ്റ്റ് ആയിരുന്നു. പ്രൊനൗൺസിയേഷൻ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ പ്രൊനൗൺസിയേഷൻ എന്താണ്? സെയിം തന്നെയാണ്. അഡ്വൈസ്. ഇവിടെ വ്യത്യാസം വരുന്നത്, ഇവിടെ C ആണെങ്കിൽ ഇവിടെ S ആണ്. ADVICE, ADVISE. ഇവിടെ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ C വന്നു കഴിഞ്ഞാൽ അത് നൗൺ ആണ്, നാമമാണ്. അഡ്വൈസ് S വന്നു കഴിഞ്ഞാൽ അത് വെർബാണ്, ക്രിയയാണ്. അഡ്വൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഉപദേശത്തെയാണ് അഡ്വൈസ് അല്ലെങ്കിൽ C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി S വന്നു കഴിഞ്ഞാൽ അത് ക്രിയയാണ്, വെർബാണ്. ടു ഗിവ് അഡ്വൈസ്, ഉപദേശം കൊടുക്കുക അല്ലെങ്കിൽ ഉപദേശം തരിക. ആ പ്രവൃത്തിയെ, ആ ക്രിയയാണ് അഡ്വൈസ് കൊണ്ട് പറയുന്നത്. ഹി അഡ്വൈസ്ഡ് മീ, അവൻ എന്നെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ S ആയിരിക്കും വരുന്നത്.
ഹി ഗേവ് മീ ആൻ അഡ്വൈസ്, അവൻ എനിക്കൊരു ഉപദേശം തന്നു എന്ന് പറയുമ്പോൾ സി ആയിരിക്കും വരുന്നത്. അപ്പൊ ക്രിയയിലേക്ക് വരുമ്പോൾ അത് എസ് ആകും, നാമമാണെങ്കിൽ സി ആകും. ഉപദേശം, അഡ്വൈസ്, CE. ഉപദേശിക്കുക, ഉപദേശിക്കുക, എസ് വരും. ഓക്കെ, അടുത്തത് അഡ്വേഴ്സ് അവേഴ്സ്. അഡ്വേഴ്സ് അവേഴ്സ് മീനിങ് നോക്കാം. ഇവിടെ അഡ്വേഴ്സിൽ ഒരു ഡി വരുന്നുണ്ട്, ആ ഡി എടുത്ത് കളഞ്ഞാൽ അവേഴ്സ് ആയി അല്ലെ, അവേഴ്സ് ആയി. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ, ഹാംഫുൾ എന്നാണ് അർത്ഥം. അതായത് നമുക്ക് അൺഫേവറബിൾ ആയിട്ടുള്ള, പ്രതികൂലമായിട്ടുള്ള, നമ്മൾ അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻ എന്ന് പറയും അല്ലെ, എന്താണ് പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ. അഡ്വേഴ്സ് എന്ന് വെച്ചാൽ അൺഫേവറബിൾ, ഹാംഫുൾ, ഫേവറബിൾ അല്ല, എന്താണ് പ്രതികൂലമായിട്ടുള്ള അഡ്വേഴ്സ്. ഇനി അവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഡി മാറ്റി അവേഴ്സ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഡിസ്ലൈക്ക്, ഒപ്പോസ്ഡ്, എന്താണ് എതിർപ്പ്, വിയോജിപ്പ്, ശക്തമായിട്ടുള്ള എതിർപ്പ്, അതിനെയാണ് അവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഹി അവേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ എതിർത്തു, ശക്തമായിട്ടുള്ള വിയോജിപ്പ്. അപ്പൊ ഡി വന്നു കഴിഞ്ഞാൽ അഡ്വേഴ്സ് ആകും, ഡി മാറ്റിയാൽ അവേഴ്സ് ആകും. ഡി വന്നു കഴിഞ്ഞാൽ അഡ്വേഴ്സിൽ അൺഫേവറബിൾ, പ്രതികൂലമായിട്ടുള്ള, അവേഴ്സിൽ എതിർപ്പ്, എതിർപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വാക്കുകളിലേക്ക് പോകാം. വെച്ച് തന്നെയാണ് അമിയബിൾ, അമിയബിൾ, അമിക്കബിൾ, അമിയബിൾ, അമിക്കബിൾ. ഇവിടെ നമുക്കറിയാം AMIABLE അമിയബിൾ, AMICABLE അമിക്കബിൾ. നമുക്ക് അർത്ഥം നോക്കാം. അമിയബിൾ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ലി, സോഷ്യബിൾ. എന്താണ് ഹി ഈസ് ആൻ അമിയബിൾ പേഴ്സൺ, അവൻ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന, ഇടപഴകാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാറില്ലേ. അതാണ് അമിയബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അമിയബിൾ കൊണ്ട്. ഇനി അമിക്കബിൾ എന്ന് പറഞ്ഞാൽ, അമിക്കബിൾ എന്ന് പറഞ്ഞാൽ ടു ഡിസ്ക്രൈബ് ഫ്രണ്ട്ലി റിലേഷൻസ് ഓർ ഇന്ററാക്ഷൻ, എന്താണ് ബന്ധത്തെ സൂചിപ്പിക്കുക. എനിക്ക് അവനുമായിട്ടുള്ള ബന്ധം എന്താണ് അമിക്കബിൾ ആണ്, എന്താണ് വളരെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബന്ധമാണ്. അപ്പോൾ അവൻ ഫ്രണ്ട്ലി ആണ് എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ, ഒരു നൗണിനെ നമ്മൾ എന്താണ് വിശേഷണം നൽകുകയാണ് അല്ലെ, അഡ്ജക്റ്റീവ് എന്ന് പറയും. നൗണിനെ എന്താണ് നാമത്തെ എന്താണ് നാമവിശേഷണം. അവൻ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ ഹി ഈസ് ആൻ അമിയബിൾ പേഴ്സൺ എന്ന് പറയും. അമിയബിൾ പേഴ്സൺ, അവൻ വളരെ എന്താണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി അവനും ഞാനും തമ്മിലുള്ള ബന്ധം വളരെ എന്താണ് ഫ്രണ്ട്ലി ആണ് എന്ന് പറയും. ആ ബന്ധത്തെ പറയുമ്പോൾ അവർ റിലേഷൻഷിപ്പ് ഈസ് എന്താണ് അമിക്കബിൾ, എന്താണ് ഞാനും അവനും തമ്മിലുള്ള എന്താണ് റിലേഷൻഷിപ്പ് വളരെ അമിക്കബിൾ ആണ്. ആ ബന്ധത്തെയാണ് അമിക്കബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആ വ്യക്തിയെ വിശേഷണം ചെയ്യപ്പെടുന്നത് അല്ലെ, വ്യക്തിയെ നമ്മൾ പറയുന്നത് എന്താണ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അമിയബിൾ എന്നും പറയും. ഓക്കെ, ഇനി അടുത്ത വാക്ക് അഫക്റ്റ്, എഫക്റ്റ്. അഫക്റ്റ്, എഫക്റ്റ്. അഫക്റ്റ്, എഫക്റ്റ് നമുക്ക് സിമിലർ ആയിട്ട് തോന്നും, പക്ഷെ കൃത്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. അഫക്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻഫ്ലുവൻസ്, എന്താ സ്വാധീനിക്കുക, ടു ഇൻഫ്ലുവൻസ്, അഫക്റ്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ. COVID-19 എന്താണ് ദിവസക്കൂലി ചെയ്യുന്ന തൊഴിലാളികളെ അഫക്റ്റ് ചെയ്തു അല്ലെ. കോവിഡ് വന്നപ്പോൾ ദിവസക്കൂലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് എന്താണ് തൊഴിലാളികളുടെ ജീവിതത്തെ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് അത് അഫക്റ്റ് ചെയ്തു, എന്താണ് ബാധിച്ചു, സ്വാധീനിച്ചു, അഫക്റ്റ് ചെയ്യുന്നു. ഇനി എഫക്റ്റ് എന്താണ് എഫക്റ്റ്? എഫക്റ്റ് ആ സ്വാധീനം കാരണം ഉണ്ടാവുന്ന ഒരു ചേഞ്ച്, മാറ്റത്തെയാണ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? COVID-19 വന്നപ്പോൾ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. COVID-19 എഫക്റ്റ് കാരണം ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. എന്താണ് COVID-19 ഇൻഫ്ലുവൻസ് ചെയ്തു, അതിന്റെ എഫക്റ്റ് കാരണം ഒരു മാറ്റം സംഭവിച്ചു അല്ലെ, ഒരു ഫലം ഉണ്ടായി, എന്താണ് തൊഴിൽ നഷ്ടപ്പെട്ടു. അതാണ് എഫക്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അഫക്റ്റ് എന്ന് വെച്ചാൽ ടു ഇൻഫ്ലുവൻസ്, ബാധിക്കുക. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കോസ്, ഒരു കാരണം ഉണ്ടാവുന്ന മാറ്റം. അപ്പൊ അങ്ങനെ പഠിച്ചു വയ്ക്കുക. അടുത്തത് അസെന്റ്, അസെന്റ്, അസെന്റ്. മൂന്നും ഒരുപോലെയാണ് അല്ലേ നമ്മൾ ഉച്ചരിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ആദ്യത്തത് ASCENT, ടി ആണ്. ഇവിടെ ആദ്യത്തേൽ ടി ആണ്. രണ്ടാമത്തേൽ ASECEND, ഡി ആണ്. ആദ്യത്തേൽ ടി ആണ്, ഇവിടെ ഡി ആണ്. അടുത്തത് ASSENT, സിക്ക് പകരം എസ് തന്നെയാണ്, 2 എസ് വരുന്നു. ASSENT, അസെന്റ്. നമുക്ക് കൃത്യമായിട്ട് നോക്കാം. ഇവിടെ ആദ്യം അസെന്റ് എന്ന് പറയുമ്പോൾ അസെന്റിൽ ടി വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അപ്വേർഡ് മൂവ്മെന്റ്, എന്താ പറയുന്നത് മുകളിലേക്കുള്ള എന്താണ് മൂവ്മെന്റ്, ചലനം അല്ലെ. നമ്മൾ ഫ്ലൈറ്റ് അല്ലെ എയറോപ്ലെയിൻ അസെന്റ് ചെയ്യാന്ന് പറയത്തില്ല, എന്താണ് ഫ്ലൈറ്റ് മേളിലേക്ക് എന്താണ് പൊങ്ങുക, അല്ലെങ്കിൽ റോക്കറ്റ് മേളിലേക്ക് അസെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ എന്താണ് മുകളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ അസെന്റ് എന്ന് പറഞ്ഞാൽ ടി വന്നു കഴിഞ്ഞാൽ മുകളിലേക്കുള്ള മൂവ്മെന്റ് ആണ്, നാമമാണ് കേട്ടോ, ശ്രദ്ധിക്കുക.
അസെൻഡിൽ ടി ആണെങ്കിൽ അത് നാമമാണ്. അതായത് മുകളിലേക്കുള്ള ആ മൂവ്മെന്റിനെയാണ് അല്ലെ ഉയർച്ചയാണ് എന്തെന്ന നാമം അല്ലെങ്കിൽ അസെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അവിടെ ഡി വന്നു കഴിഞ്ഞാൽ അത് വെർബാണ്. ശ്രദ്ധിക്കുക, അത് വെർബാണ്, അത് ക്രിയയാണ്. എന്താണ്? ദേ ആർ അസെൻഡിങ് ദ ഹിൽ. അവർ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണ്? ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അസെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? വെർബായിട്ട് പറയുമ്പോൾ, ക്രിയയായിട്ട് പറയുമ്പോൾ അത് ഡി വരും. രണ്ടും ഒരേ അർത്ഥം തന്നെയാണ്. ടി വന്നു കഴിഞ്ഞാൽ അത് നാമമാണ്, ഡി വന്നു കഴിഞ്ഞാൽ അത് വെർബാണ്, അത് ക്രിയയാണ്. അപ്പോൾ ടി വന്നു കഴിഞ്ഞാൽ അസെന്റ് എന്ന് പറയുന്നത് മുകളിലേക്കുള്ള മൂവ്മെന്റ്. ഇനി അവർ മുകളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അല്ലെ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഡി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ക്രിയയായിട്ട് പറയുമ്പോൾ അവിടെ ഡി ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത അവസാനം വരുന്നത് ASSENT. എ അവിടെ ടി തന്നെയാണ്, പക്ഷേ ASS ആണ് കേട്ടോ. ASC അല്ല, ASS ആണ്, അസെന്റ് എന്ന് പറഞ്ഞാൽ ടു എഗ്രി. അതൊരു മറ്റൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അവിടെ മുകളിലേക്ക് പോകുന്നു എന്നല്ല, ടു എഗ്രി, സമ്മതിക്കുക, അപ്രൂവ് ചെയ്യുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ടു എഗ്രി. അപ്പോൾ ടി വരുന്ന അസെന്റ് ഉണ്ട്, ഡി വരുന്ന അസെന്റ് ഉണ്ട്. ടി വന്നു കഴിഞ്ഞാൽ അത് നാമമാണ്, ഡി വന്നു കഴിഞ്ഞാൽ അത് വെർബാണ്, ക്രിയയാണ്. ഇനി ASSENT അസെന്റ് ആണെങ്കിൽ ടു എഗ്രി എന്നാണ്, സമ്മതിക്കുക. ഇനി വേറൊരു വാക്കുകൂടെ ഉണ്ട്, ACCENT. ഇത് ഉച്ചരിക്കുന്ന എന്താണ്? ആക്സെന്റ് എന്നാണ് അല്ലേ. നമ്മളിപ്പോൾ പറയുന്ന ഉച്ചാരണം എന്ന് പറയുന്ന പോലെ നമ്മൾ വാക്കുകൾ സംസാരിക്കുന്ന രീതി. ഇപ്പൊ ഇംഗ്ലീഷ് നമ്മൾ ഇന്ത്യക്കാർ സംസാരിക്കുന്നതും അമേരിക്കക്കാർ സംസാരിക്കുന്ന ശൈലിയും വ്യത്യാസമാണ് അല്ലേ. അതാണ് ഡിഫറെന്റ് ആക്സെന്റ് എന്ന് പറയും. അമേരിക്കൻ ആക്സെന്റ് എന്ന് പറയും, ബ്രിട്ടീഷ് ആക്സെന്റ് എന്ന് പറയും, ഓസ്ട്രേലിയൻ ആക്സെന്റ് എന്ന് പറയും, ഇന്ത്യൻ ആക്സെന്റ് എന്ന് പറയും അല്ലേ. ആ ഉച്ചരിക്കുന്ന ശൈലി, അതാണ് ഈ ആക്സെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതും കൂടെ നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ ഓപ്ഷൻസിനകത്ത് ഈ ACCയും ഉണ്ടാകും. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോവാം. എ വെച്ച് തന്നെയാണ്. ഓൾട്ടർനേറ്റീവ് അല്ലെ. ഇവിടെ ഓൾട്ടർനേറ്റ് വരെയുള്ളൂ, ഇവിടെ ടിയും അല്ലെ. ഈ മാറ്റിയിട്ട് IVE കൂടെയായി. നമുക്ക് നോക്കാം. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞാൽ ടു സക്സീഡ് ബൈ ടേൺസ്. ഇടവിട്ട്. നമ്മളിപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് എന്ന് പറയാറില്ലേ. ഒന്നിടവിട്ട്. എല്ലാ ദിവസവും ഇല്ല. ഇപ്പൊ തിങ്കളാഴ്ചയാണെങ്കിൽ ചൊവ്വാഴ്ചയില്ല, ബുധനാഴ്ച. ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് എനിക്ക് ജോലിക്ക് പോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ ചൊവ്വാഴ്ച പോകണ്ട, അടുത്ത ബുധനാഴ്ച വേണം അല്ലെ. പിന്നെ വ്യാഴാഴ്ച പോകണ്ട, അടുത്ത വെള്ളിയാഴ്ച പോയാൽ മതി അല്ലെ. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ആണ് എനിക്ക് ജോലിക്ക് പോകേണ്ടത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ടു സക്സീഡ് ബൈ ടേൺസ്. അടുത്തത് ഓൾട്ടർനേറ്റീവ് അല്ലെ. TIVE കൂടി വന്നു. ഓൾട്ടർനേറ്റീവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോയ്സ് ബിറ്റ്വീൻ ടു ഓർ മോർ തിങ്സ്. അതിന് പകരമായി ഓൾട്ടർനേറ്റീവ് അല്ലെ. ഞാൻ ഇപ്പോൾ ഇന്ന കാര്യത്തിന് പകരമായിട്ട് മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഓൾട്ടർനേറ്റീവ്. പകരം വെക്കുക അല്ലെ, പകരമായി. അതാണ് ഈ ഓൾട്ടർനേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് ടു സക്സീഡ് ബൈ ടേൺസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടില്ല, മാറി എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾ ടുഗദർ അല്ലെ. വളരെ കൺഫ്യൂസിങ് ആണത്. ഇവിടെ നമ്മൾ ഒരുമിച്ച് വായിക്കുന്നു, ഓൾ ടുഗദർ എന്ന ഒറ്റ ഫ്രേസ് ആയിട്ട് വായിക്കുന്നു. ഇവിടെ ഒരു 2 വേർഡ് ഫ്രേസ് ആണ്, 2 വാക്കുകളുടെ ഫ്രേസ് ആണ്. ഓൾ ടുഗദർ. നമുക്ക് നോക്കാം. ഓൾ ടുഗദർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി, മൊത്തത്തിൽ, മുഴുവനായി എന്ന് പറയത്തില്ലേ. മുഴുവനായി എന്ന് പറയുന്നതാണ് ഓൾ ടുഗദർ. എല്ലാം കൂടി ഹി ഓസ് മീ 100 rupees ഓൾ ടുഗദർ. അവൻ എനിക്ക് എല്ലാം കൂടെ ചേർത്ത് 100 രൂപ തരാനുണ്ട് എന്ന് പറയുന്ന പോലെ മൊത്തത്തിൽ 100 രൂപ തരാനുണ്ട്. അവിടെ അതാണ് ഓൾ ടുഗദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഓൾ ടുഗദർ നമുക്കറിയാം. ഓൾ എല്ലാവരും, എവ്രി വൺ ഓർ എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. എല്ലാവരും കൂടെ ചേർന്ന്. ദ സ്റ്റുഡൻസ് പോസ്റ്റ് ഫോർ ദി ഗ്രൂപ്പ് ഫോട്ടോ ഓൾ ടുഗദർ. പറയുന്നത് എല്ലാവരും കൂടെ ചേർന്ന്. വിദ്യാർത്ഥികൾ മൊത്തത്തിൽ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നല്ല, വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ചേർന്ന് ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തു. ഓൾ ടുഗദർ എന്ന് പറഞ്ഞാൽ എവ്രി വൺ ഓർ എവറിത്തിങ് ഇൻ വൺ പ്ലേസ്. എല്ലാവരും അല്ലെങ്കിൽ എല്ലാ സാധനങ്ങളും ഒരു സ്ഥലത്ത് വരിക. അതാണ് ഓൾ ടുഗദർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഫക്റ്റേഷൻ. നമുക്ക് നോക്കാം. ഇപ്പൊ സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും. ഇവിടെ അഫക്റ്റേഷൻ ആണ്, ഇവിടെ അഫെക്ഷൻ ആണ്. അഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും അറിയാവുന്ന വാക്ക് തന്നെയാണ്. ലവ്. ലവ് നമ്മളിപ്പോൾ പറയുമ്പോൾ ഉച്ചാരണമൊക്കെ ലവ് എന്നൊക്കെ പറയുമെങ്കിലും ലവ് സ്നേഹം അല്ലെ. സ്നേഹം, കരുതൽ, ഭയങ്കര അഫെക്ഷനേറ്റ് ആണ്, അല്ലെങ്കിൽ
അഫെക്ഷൻ കാണിക്കുന്നുണ്ട്, എന്താണ് സ്നേഹം കരുതൽ കാണിക്കുന്നുണ്ട്. അതിനെയാണ് അഫെക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഫക്റ്റേഷൻ. അഫക്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, നോട്ട് ജെനുവിൻ ഓർ നാച്ചുറൽ ബിഹേവിയർ. എന്താണ് ജെനുവിൻ ആയിട്ടുള്ള ആളല്ല. അഫക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എന്താണ് ജെനുവിൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല, കപടമായിട്ടുള്ള എന്താണ് ഒരു ബിഹേവിയർ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അല്ല, എന്താണ് ഒരു പ്രഹസനം എന്നൊക്കെ പറയുന്ന പോലെ. എന്താണ് അഫക്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്, എന്താണ് ഒരു പ്രഹസനം, ജെനുവിൻ അല്ലാത്ത എന്താണ് ഒരു മനസ്സിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട് എന്താണ് പുറത്ത് വേറെ രീതിയിലൊക്കെ പ്രകടിപ്പിക്കുക, അതിനെയൊക്കെയാണ് എന്താണ് അഫക്റ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കിനി ബി വെച്ചുള്ള വാക്കുകൾ നോക്കാം. ആദ്യത്തെ സെറ്റ് ബ്രത്ത് ബ്രീത്ത്. ബ്രത്ത് ബ്രീത്ത് നമുക്കറിയാം. ബ്രീത്ത് എന്ന് വെച്ചാൽ എന്താ, ശ്വസിക്കുക എന്നുള്ളതാണ് അല്ലെ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്രത്ത് എന്ന് പറയുന്നത് നാമമാണ്, നൗണാണ്. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ക്രിയ, വെർബ്. അപ്പോ ബ്രത്ത് ശ്വാസം, ബ്രീത്ത് ശ്വസിക്കുക അല്ലെ. എയർ ടേക്കൺ ഇൻ ടു ദി ലങ്സ് ആൻഡ് ദെൻ ലെറ്റ് ഔട്ട്. എന്താണ് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് അകത്തേക്ക് കയറ്റി തിരിച്ചു വിടുന്ന വായു, ശ്വാസം. അതാണ് ബ്രത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ശ്വസിക്കുക, ആ ക്രിയ, ആ പ്രക്രിയയാണ് പറയുന്നത്. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. എന്താണ് ഇൻഹെയിൽ എന്ന് വെച്ചാൽ അകത്തേക്ക്, എക്സെയിൽ എന്ന് വെച്ചാൽ പുറത്തേക്ക് വിടുക ശ്വാസം, ബ്രീത്ത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. അടുത്തത് ബേർത്ത്. ബേർത്ത് ബേർത്ത് നമ്മൾ ബർത്ത് എന്ന് നമ്മൾ പറയും, പക്ഷെ ഉച്ചാരണം കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ബേർത്ത് എന്നാണ് പറയേണ്ടത്. BERTHും BIRTHും. ഇവിടെ ഇ ആണെങ്കിൽ ഇവിടെ എന്താണ് ഐ ആണ് അല്ലെ. ഈ ബേർത്ത് BERTH എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രെയിനിലൊക്കെ പോകുമ്പോൾ എന്താണ് ബർത്ത് എന്ന് പറയാറുണ്ട് അല്ലേ. ലോവർ ബർത്ത്, മിഡിൽ ബർത്ത്, അപ്പർ ബർത്ത്, സൈഡ് ബർത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. എന്താണ് കിടക്കുന്ന സ്ഥലം. അത് തന്നെയാണ് എ സ്ലീപ്പിംഗ് പ്ലേസ് ഇൻ എ ഷിപ്പ്, ട്രെയിൻ എക്സെട്ര. എന്താണ് ഷിപ്പിലും ട്രെയിനിലൊക്കെ ഉള്ള എന്താണ് സ്ലീപ്പിംഗ് പ്ലേസ്, എന്താണ് ബർത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ബസ്സുകളിലും ഉണ്ട്, സ്ലീപ്പർ ബസ് ഉണ്ടല്ലേ, കിടന്നു പോകാൻ പറ്റുന്ന ബസ്സുകളിലും ഉണ്ട്. അപ്പൊ അതാണ് BERTH കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത BIRTH നമുക്കറിയാം, വളരെ എന്താണ് ക്ലിയർ ആണ്, എന്താണ് ജനനം അല്ലെ. ജനനമാണ് ഉദ്ദേശിക്കുന്നത്, ബീയിങ് ബോൺ, ബർത്ത്ഡേ അല്ലെ, ബർത്ത്ഡേയുടെ ബർത്ത്, BIRTH. മാറിപ്പോരുത്, ബർത്ത്ഡേ എന്ന് എഴുതുമ്പോൾ BIRTH ആണ്. ഓക്കെ, അടുത്തത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ് ബി വെച്ചുള്ളത്. ബെയർ ബെയർ. ബെയർ ബെയർ. BAREയും BAREയും BEARും. BARE BEAR. നമുക്ക് നോക്കാം വ്യത്യാസം. ബെയർ എന്ന് പറഞ്ഞാൽ BARE എന്ന് പറഞ്ഞാൽ ടു അൺകവർ ഓർ എക്സ്പോസ്. എന്താണ് എക്സ്പോസ് ചെയ്യുക. ബെയർ ഫൂട്ടഡ് എന്ന് കേട്ടിട്ടില്ലേ, നഗ്നപാദൻ അല്ലെ. നഗ്നപാദം എന്താണ് കവർ ചെയ്യാതെ തുറന്നു വെക്കുക, എക്സ്പോസ് ചെയ്യുക. അതാണ് ബെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ബെയർ ഫൂട്ട് എന്ന് നമ്മൾ പറയുന്ന ആലോചിച്ചാൽ എന്താണ് നഗ്നപാദം, ചെരുപ്പിടാതെ എന്താണ് ബെയർ ഫൂട്ടായിട്ട് ഇവിടെ കയറി പോകാനായിട്ട് പറ്റത്തുള്ളൂ, അകത്ത് പ്രവേശനമുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് ചെരുപ്പിടാതെ ആണ് അകത്തേക്ക് കയറേണ്ടത്. അതാണ് ഉദ്ദേശിക്കുന്നത് ഈ ബെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ബെയർ. അടുത്തത് ബെയർ BEAR. എന്താണ് കരടി, ആൻ ആനിമൽ ഓർ ടു ക്യാരി. എന്താ പറയുന്നത് ഈ BEAR എന്ന് പറയുന്ന വാക്കുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു മൃഗത്തെയും സൂചിപ്പിക്കുന്നു, കരടി അല്ലെ, കരടിയെയും സൂചിപ്പിക്കുന്നു. അടുത്തത് ടു ബെയർ, എന്താണ് ക്യാരി ചെയ്യുക. എന്താണ് ഞാൻ എന്താണ് അതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ അതിൻ്റെ വിഷമം ഞാൻ ഇപ്പോഴും ബെയർ ചെയ്യുകയാണ് എന്ന് പറയത്തില്ല, ഞാൻ ഇപ്പോഴും കൊണ്ടു കിടക്കുകയാണ്. അപ്പോൾ ടു ആൻ ആനിമൽ ഓർ ടു ക്യാരി. ഓക്കെ, കരടി അല്ലെങ്കിൽ എന്താണ് ക്യാരി ചെയ്യുക, കൊണ്ടു നടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഒരു വാക്കുകൂടെ ഉണ്ട് നമുക്ക്, BEER, ബിയർ. അത് ബിയർ ആണ് കേട്ടോ. നമ്മൾ കാരണം ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ ബിയർ നമുക്കറിയാം എന്താണ് മദ്യമാണ് അല്ലേ, കുടിക്കുന്ന മദ്യമാണ്. അപ്പോൾ ഇത് പറയാൻ കാരണം വെച്ചാൽ ചിലപ്പോൾ ഈ BEAR കരടിയെ നമ്മൾ ബിയർ എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, ചിലർ പറയുന്ന കേൾക്കാറുണ്ട്. അത് ബിയർ അല്ല, എന്താണ് ബെയർ ആണ്, ബെയർ ആണ്. ഈ BEER ആണ് ബിയർ, അത് കുടിക്കുന്ന മദ്യമാണ്. ഓക്കെ, അടുത്തത് ബി വെച്ച് തന്നെയാണ് ബ്രേക്ക് ബ്രേക്ക്. രണ്ട് ബ്രേക്ക് ആണ് അല്ലെ. ഒന്ന് BRAKEയും അടുത്തത് BREAKയും. BRAKE BREAK. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ബ്രേക്ക് നമുക്കറിയാം എന്താണ്, ഡിവൈസ് ഫോർ സ്റ്റോപ്പിംഗ്, ബ്രേക്ക് ചവിട്ടുക അല്ലെ, നിർത്താനായിട്ടുള്ള ബ്രേക്ക്, വണ്ടിയിലൊക്കെ ഉള്ള ബ്രേക്ക്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ സ്പെല്ലിങ് BRAKE ആണ്. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ പരീക്ഷയ്ക്കൊക്കെ വരുമ്പോൾ
ഈ 4 ഓപ്ഷനിൽ ഒരുപോലെയുള്ള ഈ 4 വാക്ക് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും നമുക്ക് അപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. BRAKE. ഓക്കെ, ബ്രേക്ക്. അടുത്ത ബ്രേക്ക് നമുക്കറിയാം, ഇടവേള. BREAK, ഇടവേള. ഇന്ററപ്റ്റ് ഓർ സെപ്പറേറ്റ് ഇൻടു പീസസ്. എന്താണ് ഇടവേള എന്ന വാക്കുകൊണ്ട് ഇന്ററപ്റ്റ് ചെയ്യുക എന്താണ്? നമ്മളിപ്പോൾ ക്ലാസിന്റെ ഒക്കെ ബ്രേക്ക് എന്ന് പറയത്തില്ലേ അല്ലേ, നമുക്ക് ഇടയ്ക്ക് ഇന്റർവെല് കിട്ടും. എന്താണ് ആ ബ്രേക്ക്? ഇടവേള എന്ന് പറയാം. പിന്നെ മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഇൻടു പീസസ്. എന്താണ് ബ്രേക്ക് ചെയ്യുക, ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്? ഗ്ലാസ് പൊട്ടിക്കുക അല്ലേ, പല കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുക, ബ്രേക്ക് ചെയ്യുക, പൊട്ടിക്കുക. അതും എന്താണ് അതിന്റെ മീനിങ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തത് നമുക്ക് അത്ര പരിചയമില്ലാത്ത 2 വാക്കുകളാണ്. ബയാനുവൽ, ബൈനിയൽ. ബയാനുവൽ, ബൈനിയൽ. ഇവിടെ ബൈ എന്ന വാക്ക് ഇംഗ്ലീഷിൽ പൊതുവെ സൂചിപ്പിക്കുന്നത് 2 എന്നാണ് കേട്ടോ. 2 ബൈ. ബൈനറി നമ്പേഴ്സ് എന്ന് കേൾക്കാറില്ലേ, കേട്ടിട്ടില്ലേ? ബൈനറി നമ്പേഴ്സ് എന്താണ്? 0ഉം 1ഉം അല്ലെ, 0ഉം 1ഉം, 2 നമ്പേഴ്സ്. അപ്പൊ അതേപോലെ തന്നെ ബൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 ആണ്. അത് തന്നെയാണ് ഇവിടെ അതിന്റെ മീനിങ്ങിലും വരുന്നത്. ബയാനുവൽ എന്ന് പറഞ്ഞാൽ ട്വൈസ് ഇൻ 1 ഇയർ. ആനുവൽ എന്ന് നമുക്കറിയാം എന്താണ്? ഒരു വർഷം അല്ലെ. ആനുവൽ എന്ന വാക്ക് നമ്മൾ ആനുവൽ ഡേ, ഒരു വർഷത്തിൽ അല്ലെ, ആനുവൽ ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറയാറില്ലേ, എന്താണ്? ഒരു വർഷം. ബയാനുവൽ എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ 2 തവണ. ട്വൈസ് ഇൻ 1 ഇയർ, ഒരു വർഷത്തിൽ 2 തവണ. ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്ന ഒരു സംഭവമാണെങ്കിൽ എന്താണ്? ബൈആനുവൽ. ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്നത്. അടുത്ത ബൈനിയൽ. ബൈനിയൽ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ. വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ബൈആനുവൽ എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 2 തവണ നടക്കുന്നു. ബൈനിയൽ എന്ന് പറഞ്ഞാൽ 2 വർഷം കൂടുമ്പോൾ ഒരു തവണ നടക്കുന്നു. 2 വർഷം കൂടുമ്പോൾ, എവറി 2 ഇയേഴ്സ്. എന്താണ്? 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന കാര്യമാണെങ്കിൽ ബൈനിയൽ. ഇപ്പോൾ ഇതിന്റെ ബൈനിയലിന്റെ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലൊക്കെ മലയാളം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബിനാലെ എന്ന് വരും മലയാളത്തിൽ. ബിനാലെ. അപ്പൊ ബിനാലെ എന്ന വാക്ക് നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊച്ചിയിൽ ബിനാലെ ഫെസ്റ്റ് നടക്കുക എന്ന് പറയാറില്ലേ, എക്സിബിഷൻ. 2 വർഷം കൂടുമ്പോഴാണ് ബിനാലെ ഫെസ്റ്റ് കൊച്ചിയിൽ നടക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ സമകാലികമായിട്ടുള്ള കലാസൃഷ്ടികളുടെ എന്താണ് പ്രദർശനമാണ്, എക്സിബിഷനാണ് അല്ലേ. 2 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് കൊച്ചിൻ ബിനാലെ. എന്താണ് ബിനാലെ മുസിരിസ് കൊച്ചിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രദർശനം 2 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്, ബിനാലെ. ഇത് ശരിക്കും പറഞ്ഞാൽ ബിനാലെ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ വാക്കാണ്. അതിന്റെ അർത്ഥം അത് തന്നെയാണ്, 2 വർഷം കൂടുമ്പോൾ നടക്കുന്ന എന്താണ് കലാസൃഷ്ടികളുടെ അല്ലെ ആർട്ട് വർക്കുകളുടെ പ്രദർശനം. അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ബിനാലേക്ക് പോയിട്ടുള്ളവരൊക്കെ കാണും അല്ലേ. ഓക്കെ, അപ്പൊ ബൈനിയൽ എന്ന് പറഞ്ഞാൽ എവറി 2 ഇയേഴ്സ്. എന്താണ്? 2 വർഷം കൂടുമ്പോൾ. ബൈ ആനുവൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വർഷത്തിൽ 2 തവണ. അടുത്തത് ബിസൈഡ്, ബിസൈഡ്സ്. ബിസൈഡ്സ്. ഈ ബിസൈഡ് എന്ന വാക്കിന്റെ കൂടെ ഒരു എസ് കൂടെ ചേർത്തപ്പോൾ, അത് കൂടാതെ ഒരു എസും കൂടെ ചേർത്തപ്പോൾ എന്താണ്? ബിസൈഡ്സ് ആയി അല്ലെ. വ്യത്യാസം നോക്കാം, വ്യത്യാസമുണ്ട്. എന്താ? ബിസൈഡ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് ടു. എന്താണ്? ഹീ സിറ്റിംഗ് ബിസൈഡ് മീ. എന്താണ്? അവൻ എൻ്റെ അടുത്തിരിക്കുകയാണ്, തൊട്ടടുത്തായിട്ട്. നെക്സ്റ്റ് ടു. എന്താണ്? അവൻ എൻ്റെ അടുത്തിരിക്കുകയാണ്. ഹീ സിറ്റിംഗ് ബിസൈഡ് മീ, എൻ്റെ അരികിലായിട്ട് ഇരിക്കുകയാണ്. ബിസൈഡ് എന്ന് വെച്ചാൽ അടുത്ത്, നെക്സ്റ്റ് ടു, അടുത്ത്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഒരു എസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അഡീഷണലി. എന്താണ്? കൂടാതെ. എന്താ? കൂടാതെ. ബിസൈഡ്സ് ദാറ്റ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അത് കൂടാതെ ഇതും കൂടി എന്താണ് എനിക്ക് പറയാനുണ്ട്, ബിസൈഡ്സ് ദാറ്റ് എന്ന് പറയത്തില്ലേ. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെക്കുക. ബിസൈഡിന്റെ കൂടെ അത് കൂടാതെ എസും കൂടെ ചേർത്താൽ അഡീഷണലി. എന്താണ്? ഒരു എസും കൂടെ അഡീഷണലി ആഡ് ചെയ്താൽ അത് തന്നെയാണ് മീനിങ്. എന്താ? അഡീഷണലി, അത് കൂടാതെ. ബിസൈഡിന്റെ കൂട്ടത്തിൽ ഒരു എസും കൂടെ വന്നാൽ അഡീഷണലി ഒരു ബെസ്റ്റും കൂടെ ആഡ് ചെയ്താൽ. ഓക്കെ, ശരി. അടുത്ത സെറ്റിലേക്ക് പോവാം. ക്യാൻവസ്. എന്താണ്? ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ക്യാൻവസ്. ഇവിടെ ഒരു എസും കൂടി കൂടുതൽ വന്നു അല്ലേ, ഒരു എസ് കൂടി കൂടുതൽ വന്നു. ആദ്യത്തെ ക്യാൻവസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊനൗൺസിയേഷൻ ക്യാൻവസ് എന്നാണ്, നമ്മൾ ക്യാൻവാസ് എന്ന് പറയാറുണ്ട് അല്ലേ. ആദ്യത്തെ ക്യാൻവസ് എന്ന് പറഞ്ഞാൽ എ ടൈപ്പ് ഓഫ് സ്ട്രോങ് ക്ലോത്ത്. എന്താണ്? പരുക്കനായിട്ടുള്ള കട്ടിയുള്ള കോട്ടൺ കൊണ്ടോ ലിനൻ കൊണ്ടോ നിർമ്മിച്ച തുണി, അതിനെയാണ് ക്യാൻവസ് എന്ന് പറയുന്നത്. അതൊരു വസ്തുവാണ് കേട്ടോ. ക്യാൻവസ് എന്ന് പറഞ്ഞാൽ തുണിയാണ്, ലിനൻ കൊണ്ടോ കോട്ടൺ കൊണ്ടോ എന്താണ് കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കിയ തുണി. അപ്പൊ ഈ ക്യാൻവസ് നമ്മൾ ഉപയോഗിക്കുന്ന പൊതുവെ ഈ ടെന്റ് അടിക്കാൻ ഉപയോഗിക്കും. നമുക്ക് കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പെയിന്റിങ് അല്ലെ, പെയിന്റേഴ്സ് പെയിന്റ് ചെയ്യുന്ന എന്താണ് ക്യാൻവസിലാണ് അല്ലെ, ഈ തുണിയിലാണ് പെയിന്റ് ചെയ്യുന്നത്. അതിനെയാണ് എന്താണ് വലിച്ചു കെട്ടി ഫ്രെയിമിലാക്കി നമുക്ക് ഫോട്ടോ ആയിട്ട് കിട്ടുന്നത് അല്ലെ. ഈ പെയിന്റിങ് വലിയൊരു ക്യാൻവസിലാണ് എന്താണ് വരച്ചതെന്നൊക്കെ പറയാറില്ലേ. അതാണ് ഈ ക്യാൻവസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തുണിയാണ് കേട്ടോ.
ഒരു തുണിയാണ്. പരുക്കൻ സ്വഭാവമുള്ള കട്ടിയുള്ള കോട്ടൺ കൊണ്ടോ ലിനൻ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിരിക്കുന്ന തുണിയാണ് ക്യാൻവസ്. അടുത്ത ക്യാൻവസ് ഒരു എസ്സും കൂടി വന്നു കഴിഞ്ഞാൽ, ആ തുണിയുടെ കൂടെ ഒരു എസ്സും കൂടി വന്നു കഴിഞ്ഞാൽ എന്താണ്? ടു സീക്ക് പീപ്പിൾസ് വോട്ട്. നമുക്കറിയാം എന്താണ് സ്വാധീനിക്കുക. ക്യാൻവാസ് ചെയ്യുക എന്ന് പറയത്തില്ലേ നമ്മളിപ്പോൾ. കടകളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മാളിലൊക്കെ പോകുമ്പോൾ ക്രെഡിറ്റ് കാർഡ് വിൽക്കുന്നവരോ അല്ലെങ്കിൽ അവർ വന്ന് ക്യാൻവാസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇൻഷുറൻസ് ഏജന്റുമാർ പോളിസി എടുക്കാനായിട്ട് നമ്മളെ ക്യാൻവാസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പറയാറില്ലേ? അല്ലെങ്കിൽ തന്നെ ആരും ഇപ്പോൾ ഇവൻ സ്കൂളുകളിൽ പോലും അധ്യാപകർ പുതിയ വിദ്യാർത്ഥികളെ അടുത്ത വർഷത്തേക്ക് ക്യാൻവാസ് ചെയ്ത് സ്കൂളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് ജോലി കൊടുക്കാറുണ്ട് അധ്യാപകർക്ക്. അപ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ക്യാൻവാസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ വോട്ട് നമ്മുടെ സ്വാധീനിക്കുക. ഇപ്പോൾ രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷന്റെ സമയത്ത് ചെയ്യുന്ന കാര്യം തന്നെയാണ്. ജനങ്ങളെ സ്വാധീനിച്ച് വോട്ട് നേടുക. ആ ക്യാൻവസ് ആണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ക്യാൻവസ് എഴുതുമ്പോൾ ഒരു എസ് പോരാ, ഒരു എസ്സും കൂടി കൂടുതൽ എഴുതണം. ഓക്കെ, അടുത്തത് കോംപ്ലിമെന്റ്. ഇവിടെ ഇ ആണ്, വ്യത്യാസം ഇതാണ്. ഇവിടെ ഇ ആണ്, ഇവിടെ ഐ ആണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വാക്കുകൾ വരുന്നത്. ആദ്യത്തെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പൂരകം എന്ന് പറയും. പൂരകം അതിന്റെ അർത്ഥം ദാറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഓർ ബ്രിങ്സ് ടു ദി പെർഫെക്ഷൻ. ഒരു കാര്യത്തെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സാധനം, അതിനെയാണ് പൂരകം അല്ലെങ്കിൽ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയാറില്ലേ ദേ കോംപ്ലിമെന്റ് ഈച്ച് അതർ അല്ലെ? കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എൻഗേജ്മെന്റിനൊക്കെ മോതിരമാറ്റത്തിനൊക്കെ പോകുമ്പോൾ ചെറുക്കനെയും പെണ്ണിനെയും കണ്ടു പറയാം. രണ്ടുപേരും ദേ കോംപ്ലിമെന്റ് ഈച്ച് അതർ. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് കപ്പിളായി. രണ്ടുപേരും കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്, പൂർണ്ണമാകുന്നുണ്ട്. ആ കോംപ്ലിമെന്റ് ആണ്, പൂരകം ആണ് ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാധനത്തെ പെർഫെക്റ്റ് ആക്കുന്ന കാര്യം, കോംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യം. ഓക്കെ, അടുത്തത് ഐ വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് പഠിക്കുക. ഐ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പ്രശംസിക്കുക. കോംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയത്തില്ലേ? കോംപ്ലിമെന്റ് ചെയ്യുക, പ്രശംസിക്കുക. സംതിങ് സെഡ് ഇൻ അഡ്മിറേഷൻ, പ്രൈസ് ഓർ ഫ്ലാറ്ററി. കോംപ്ലിമെന്റ് ചെയ്യുക, അവരെ പ്രശംസിക്കുക അല്ലെ? അതിനെയാണ് കോംപ്ലിമെന്റ് ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പഠിച്ചു വയ്ക്കുക. അടുത്തത് ചൈൽഡ് ലൈക്ക് അല്ലെ? ഇത് ഉച്ചാരണം സെയിം അല്ല, പക്ഷേ നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാം. ചൈൽഡ് ലൈക്ക്. ചൈൽഡിഷ് എന്ന് പറയുന്ന സിലി, ബാലിശമായിട്ടുള്ള. ഇപ്പൊ ചിലരൊക്കെ ചില ചോദ്യമൊക്കെ ചോദിക്കാൻ നമ്മൾ പറയുന്നതാണ് വളരെ ബാലിശമായിട്ടുള്ള ചോദ്യമാണ് നീ ചോദിച്ചത്. കുട്ടികൾ ചോദിക്കുന്നത് അതൊരു നെഗറ്റീവായിട്ടാണ് അത് പറയുന്നത്. ഒരു ചൈൽഡിഷ് ബിഹേവിയർ കുട്ടികളെ പോലെയാണ്, കുറച്ചുകൂടെ മെച്യൂർ ആയിട്ട് നീ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പറയില്ല. അതൊരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. ഇനി ചൈൽഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ കുട്ടികളെ പോലെ, ബാലിശം എന്നല്ല, കുട്ടികളെ പോലെ. കുട്ടികളുടെ മനസ്സാണെന്ന് പറയത്തില്ലേ? നാച്ചുറൽ ഇൻ എ ചൈൽഡ് ഇന്നസെന്റ് എന്ന് പറയത്തില്ലേ? ഭയങ്കര നിഷ്കളങ്കമാണ്. ചൈൽഡിലെ കുട്ടികളെ പോലെയാണ്. അത് നെഗറ്റീവായിട്ടല്ല, അത് പോസിറ്റീവായിട്ടാണ്, പാവമാണ് എന്നൊക്കെ പറയുന്ന പോലെ. ഇനി ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ അത് സില്ലി, ബാലിശമായിട്ടുള്ള, അതൊരു നെഗറ്റീവായിട്ടാണ്, കുറച്ച് മോശമായിട്ടാണ് അത് ചിത്രീകരിക്കുന്നത്. ഓക്കെ, അടുത്തത് സി വെച്ചുള്ള 2 സെറ്റ് കൂടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അടുത്തത് കൗൺസിൽ. ആദ്യത്തത് ഇ ആണ്, അടുത്തത് ഐ ആണ്. കൗൺസിൽ. ഇവിടെ കൗൺസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വൈസ് ആണ്, ഉപദേശം. നമുക്ക് കൗൺസിലിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? കൗൺസിലിംഗ് നമ്മളെ കൗൺസിലിങ്ങിന് വിധേയമായി ഉപദേശിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? കൗൺസിലിംഗിൽ ആരാണ് ഉപദേശിക്കുന്നത്? ഒരു സൈക്കാട്രിസ്റ്റോ അല്ലെ? നമുക്ക് പൊതുവെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമല്ല, അതായത് നമുക്ക് ഭ്രാന്തോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഡിപ്രഷനോ എന്തെങ്കിലും നമുക്ക് മോശമായിട്ടുള്ള സാഹചര്യത്തിലൂടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോയാൽ നമ്മൾ കൗൺസിലിംഗ് കിട്ടാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഈ ദമ്പതിമാർ ഡിവോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കും. ഡിവോഴ്സ് ആവുന്നതിന് മുമ്പായിട്ട് അവരെ ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റുമോ എന്ന് നോക്കും അല്ലേ? കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ ആ കൗൺസിലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡ്വൈസ്, ഉപദേശം. ഓക്കെ, അപ്പൊ കൗൺസിലിംഗ് എന്ന വാക്ക് ഓർത്താൽ മതി, ഉപദേശിക്കുക എന്ന് നിങ്ങളത് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തത് ഐ വരുന്ന കൗൺസിൽ എന്ന് പറയുന്നത് ആൻ അഡ്വൈസറി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഓഫ് പീപ്പിൾ. ഒരു ഭരണ സമിതി, കമ്മിറ്റി. കൗൺസിൽ എന്ന് പറയാറില്ല. ഇപ്പോൾ അമ്പല കമ്മിറ്റി എന്ന് പറയത്തില്ലേ? ഒരു കൗൺസിലാണ്. അമ്പലത്തിന്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആ പള്ളി കമ്മിറ്റി എന്ന് പറയത്തില്ലേ? അമ്പലത്തിന്റെയോ പള്ളിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇതെല്ലാം തീരുമാനം എടുക്കുന്നതും അത് എക്സിക്യൂട്ടീവുമായിട്ടുള്ള ഒരു സമിതി, ഒരു കമ്മിറ്റി. കൗൺസിൽ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത്.
എന്താണ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബാർ കൗൺസിൽ എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പോൾ എന്താണ് ബാർ എന്ന് മറ്റേ ബാറല്ല, എന്താണ് കോടതിയിലൊക്കെ വരുന്ന എന്താണ് അഡ്വക്കേറ്റുമാരുടെ എന്താണ് കൗൺസിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ആൻ അഡ്വൈസറി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ഓഫ് പീപ്പിൾ, എന്താണ് വ്യക്തികൾ ചേർന്നുള്ള ഒരു കമ്മിറ്റി, ഒരു എന്താണ് ഒരു ഭരണസമിതി, അതിനെയാണ് കൗൺസിൽ ഐ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് വളരെ എന്താണ് ഒരു കുഴപ്പിക്കുന്ന ഒരു ആശയം വരുന്ന രണ്ട് വാക്കുകളാണ് കോൺഫിഡന്റ്, കോൺഫിഡന്റ്. ആദ്യത്തേല് CONFIDANT ആണ് കേട്ടോ, ANT ആണ് കോൺഫിഡന്റ്. അടുത്തതില് CONFIDENT ആണ്, ENT ആണ്, ANT. ഈ കോൺഫിഡന്റ് ANT CONFIANT ഈ കോൺഫിഡന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ, ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ് ആ വ്യക്തി? വൺ ഈസ് എൻട്രസ്റ്റഡ് വിത്ത് സീക്രട്സ്, എന്താണ് നമുക്ക് എന്താണ് രഹസ്യവും പറയാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി, അയാളെയാണ് കോൺഫിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹീസ് എ കോൺഫിഡന്റ് ഫ്രണ്ട് ഓഫ് മൈൻഡ്, അവൻ എന്താണ് എനിക്ക് എന്തും പറയാൻ പറ്റുന്ന, എന്താണ് എൻ്റെ രഹസ്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന, വിശ്വസിച്ച് അവൻ മറ്റൊരാളോട് പറയത്തില്ല, അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രണ്ട് എന്താണ് എനിക്ക് കോൺഫിഡന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ANT ആണെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു എന്താണ് ട്രിക്ക് കിടക്കുന്ന ഞാൻ പറഞ്ഞുതരാം. അടുത്ത കോൺഫിഡന്റ് ENT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ആത്മവിശ്വാസം, എന്താ ഷോയിങ് സെർട്ടനിറ്റി, എന്താണ് ഉറപ്പ്, എന്താണ് കോൺഫിഡന്റ് ആണ്, വിശ്വാസം, ആത്മവിശ്വാസം എന്ന് നമ്മൾ പറയാറില്ലേ. അപ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇനി വരുമ്പോൾ ഒരു കാര്യം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്, നമ്മൾ ഈ കോൺഫിഡൻഷ്യൽ എന്ന് കേട്ടിട്ടില്ലേ? കോൺഫിഡൻഷ്യൽ എന്താണ്? ദിസ് ഈസ് എ കോൺഫിഡൻഷ്യൽ മാറ്റർ. നമ്മളിപ്പോൾ സിനിമകളിലൊക്കെ എന്താണ് പട്ടാളക്കാരും അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യമൊക്കെ ആണെങ്കിൽ ഇതൊരു കോൺഫിഡൻഷ്യൽ മാറ്റർ ആണ് എന്ന് വെച്ചാൽ രഹസ്യമായിട്ടുള്ള മാറ്റർ ആണ് അല്ലേ, പുറത്താർക്കും ആരോടും പറയാൻ പാടില്ല എന്ന് പറയാറില്ലേ? എന്താ കോൺഫിഡൻഷ്യൽ, ഡി വരെ ആയി, കോൺഫിഡൻഷ്യൽ ആണേ. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടെ ANT കോൺഫിഡന്റ് DANT ആണ് എന്താണ് വിശ്വസിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത്, അല്ലെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഫിഡൻഷ്യൽ A ആയിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ കോൺഫിഡൻഷ്യൽ A അല്ല, E തന്നെയാണ് കേട്ടോ. കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ CONFIDE തന്നെയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കാരണം ഇവിടെ കോൺഫിഡന്റ് DANT വന്നപ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്ന ആള്, അല്ലെങ്കിൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പറ്റുന്ന ആളെന്ന് പറയുമ്പോൾ കോൺഫിഡൻഷ്യൽ എന്ന വാക്കിൽ A എന്ന് വിചാരിക്കരുത്, അവിടെ E തന്നെയാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഇത് രണ്ടും ചേർത്ത് പഠിക്കാം. ഓക്കെ, അടുത്ത നമുക്ക് D വെച്ചുള്ള വാക്കുകളിലേക്ക് പോവാം. D വെച്ച് വരുമ്പോൾ ഡ്യുവൽ. ഓക്കെ, ഡ്യുവൽ. ഇവിടെ DUAL ആണേ. രണ്ടാമത്തെ വാക്കിൽ DUEL ആണ്. ആദ്യത്തേല് DUAL, രണ്ടാമത്തേല് DUEL ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ഹാവിങ് 2 parts ഡബിൾ, എന്താണ് ഡ്യുവൽ ക്യാരക്ടർ എന്ന് പറയത്തില്ലേ? രണ്ടെണ്ണം, എന്താണ് രണ്ട് ക്യാരക്ടർ അല്ലെ, ഡ്യുവൽ ക്യാരക്ടറിലാണ് ആ നടൻ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. രണ്ട് കഥാപാത്രങ്ങളായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ഡ്യുവൽ ക്യാരക്ടർ, ഡ്യുവൽ ആപ്പ്, നമ്മുടെ ഫോണുകളിലൊക്കെ ഡ്യുവൽ ആപ്പ് എന്ന് പറയും അല്ലെ, രണ്ട് ആപ്പുകൾ, ഒരേ ആപ്പിന്റെ രണ്ടെണ്ണം. വാട്സാപ്പിന്റെ എന്താണ് രണ്ട് വാട്സാപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും, രണ്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് DUAL കേട്ടോ. DUAL എന്ന് പറഞ്ഞാൽ ഡ്യുവൽ, രണ്ട്. ഓക്കെ, ഡബിൾ. ഇനി ഡ്യുവൽ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഡ്യുവൽ എന്ന് വെച്ചാൽ ഫൈറ്റ് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് ബിറ്റ്വീൻ 2 people, എന്താണ് രണ്ടുപേര് തമ്മിലുള്ള തർക്കം അല്ലെങ്കിൽ വഴക്ക്, അടി അല്ലെങ്കിൽ പോര് എന്നൊക്കെ പറയുന്നത്. ഡ്യുവൽ എന്ന് പറയുന്നത് രണ്ടുപേര് തമ്മിലുള്ള വഴക്ക് അല്ലെങ്കിൽ തർക്കം, അതിനെയാണ് EL കൊണ്ട് ഉദ്ദേശിക്കുന്നത്, DUEL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഡ്രോട്ട്. ഇവിടെ DRAUGHT ആണ്, ഇവിടെ DROUGHT ആണ്. ഇവിടെ ഡ്രോഫ്റ്റ് എന്നാണ് പ്രൊണൗൺസിയേഷൻ വരുന്നത്. ഡ്രോഫ്റ്റ് ആണ്, ഇവിടെ ഡ്രൗട്ട് ആണ്. നമുക്ക് നോക്കാം. ഡ്രോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡ്രങ്ക് അറ്റ് എ ടൈം, എ കറണ്ട് ഓഫ് എയർ. എന്താണ് നമ്മൾ ഒറ്റ മുടക്കിന് കുടിച്ചു എന്നൊക്കെ പറയത്തില്ലേ, എന്താണ് ഒറ്റ സമയത്ത് നമ്മൾ കുടിക്കുന്ന ആ ക്വാണ്ടിറ്റി, അതിനെയാണ് ഡ്രോഫ്റ്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത്, ഡ്രോഫ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് എ കറണ്ട് ഓഫ് എയർ, എന്താ പറയുന്നത് ഒരു വായുവിൻ്റെ സഞ്ചാരം അല്ലെങ്കിൽ ആ വായുവിൻ്റെ പാത, ആ ഒഴുക്ക്, അതിനെയാണ് ഡ്രോഫ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒറ്റ മുടക്കിന് വെള്ളം കുടിച്ചു, ഒരു സമയത്ത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി, അളവിനെ ഡ്രോഫ്റ്റ് എന്ന് പറയും. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അടുത്ത ഡ്രൗട്ട് നമുക്ക് പരിചിതമാണ്, മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ പരിചിതമാണ്. എന്താണ് വരൾച്ച, എന്താണ് ഡ്രൗട്ട്, എന്താ പറയുന്നത് പീരീഡ് ഓഫ് ബിലോ ആവറേജ് റെയിൻഫോൾ, എന്താണ് മഴ
കുറഞ്ഞ് എന്താണ് വരണ്ട സാഹചര്യം, എന്താണ് വരൾച്ച എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ. ഡ്രോട്ട് എന്ന് വെച്ചാൽ വരൾച്ച, മഴയുടെ കുറവ്, എന്താണ് ശരാശരി മഴയേക്കാൾ എന്താണ് കുറവ് മഴ ലഭിക്കുന്ന ഒരു സമയം എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് എന്താണ് വരൾച്ച എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ ഡ്രൗട്ട് എന്ന് പറഞ്ഞാൽ വരൾച്ചയാണ്. അടുത്ത ഡി വെച്ച് വരുന്ന രണ്ട് വാക്കുകൾ ഡിസീസ് അല്ലെ. ആദ്യം നമുക്കറിയാം DI ആണെങ്കിൽ അസുഖം, രോഗം, സിക്നസ്, ഇൽനെസ്, എന്താണ് അസുഖം. നമ്മുടെ രോഗത്തെ എന്താ നമുക്കറിയാവുന്ന വാക്ക് തന്നെയാണ് അല്ലെ. ഡിസീസ് എന്ന് പറയുമ്പോൾ രോഗമാണ്, പക്ഷെ അതിൻ്റെത് DI ആണ്. ഇനി DE ആണെങ്കിൽ എന്താ മരണം, ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താണ് മരണപ്പെട്ട വ്യക്തി, എന്താണ് മരണപ്പെട്ട വ്യക്തി. അപ്പൊ DI എന്ന് കഴിഞ്ഞാൽ അസുഖം, DE ആണെങ്കിൽ എന്താണ് മരണപ്പെട്ട, ഡിസീസ്ഡ് എന്ന് വെച്ചാൽ മരണപ്പെട്ട വ്യക്തി. ഓക്കെ, അത് പഠിച്ചു വയ്ക്കുക. അടുത്തതിലേക്ക് വരുമ്പോ ഡയറി. ആദ്യത്തെ നമുക്ക് ഡയറി എന്താന്ന് നമുക്കറിയാം, പക്ഷെ വ്യത്യാസം സ്പെല്ലിങ്ങിലൂടെ വ്യത്യാസമുണ്ട്. ആദ്യം DIARY ആണ്, അടുത്തത് DAIRY ആണ് അല്ലെ. അപ്പോൾ സ്പെല്ലിംഗ് വ്യത്യാസം വരും, നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഇനി ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡയറി എന്നല്ലേ. ഇവിടെ DIARY ആണെങ്കിൽ പേഴ്സണൽ റെക്കോർഡ്, നമ്മുടെ ഡയറി, പേഴ്സണൽ ഡയറി അല്ലെ, നമ്മൾ എഴുതുന്ന ഡയറി അല്ലെ, ആ ഡയറിയാണ്. നമുക്കിപ്പോൾ ഡയറി കിട്ടാറുണ്ടോ? എല്ലാ വർഷവും ആദ്യം എന്താണ് നമുക്ക് ആ വർഷത്തെ എന്താണ് ഡയറി കിട്ടാറുണ്ട് അല്ലെ. ആ ഡയറി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് DIARY ആണ് കേട്ടോ, DIARY. ഇനി DAIRY ആണെങ്കിൽ എ ഫാം വെയർ മിൽക്ക് ഈസ് പ്രോസസ്ഡ്, എന്താണ് ഡയറി ഫാം എന്ന് കേട്ടിട്ടില്ലേ, എന്താണ് പാല് അല്ലെ, പാല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം, ഡയറി ഫാം അല്ലെ, ഡയറി പ്രോഡക്ട്സ്, ഡയറി എന്ന് വെച്ചാൽ പാലുമായിട്ട് ബന്ധപ്പെട്ടില്ല. ഇപ്പോൾ ഡയറി പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ പറയാറില്ലേ, എന്താണ് പാല്, തൈര്, വെണ്ണ, ബട്ടർ, ഇതെല്ലാം എന്താണ് പാല് കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളാണ് ഡയറി പ്രോഡക്ട്സ്. അപ്പോൾ DAIRY എന്ന് വെച്ചാൽ എ ഫാം വെയർ മിൽക്ക് ഈസ് പ്രോസസ്ഡ്, എന്താണ് പാൽ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ പാല് പ്രോസസ് ചെയ്യുന്ന സ്ഥലം, ഡയറി. അടുത്തത് ഡെസേർട്ട്. ആദ്യത്തെ ഡെസേർട്ടിൽ DESSERT, രണ്ടാമത്തേൽ ഒരു എസ്സേ ഉള്ളൂ, DESERT അല്ലെ. ശ്രദ്ധിക്കുക, ഈ ഡെസേർട്ട് എന്ന് വെച്ചാൽ 2 S വന്നു കഴിഞ്ഞാൽ, ഡെസേർട്ടിൽ 2 S വന്നു കഴിഞ്ഞാൽ അത് ആഹാരമാണ് കേട്ടോ, അത് മധുരമാണ്. നമ്മളിപ്പോൾ ഹോട്ടലിലും അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ എന്താണ് ഡെസേർട്ട് എന്ന് പറയാറില്ലേ. ആഹാരം കഴിച്ചിട്ട് മെയിൻ മീൽ കഴിച്ചതിന് ശേഷം അവസാനം നമുക്ക് കിട്ടുന്ന മധുരം, ഐസ്ക്രീം ആയിരിക്കാം, ഗുലാബ് ജാമുൻ ആയിരിക്കാം, ഹൽവ ആയിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം അല്ലേ. അതിനെയാണ് സ്വീറ്റ് ഫുഡ് ദാറ്റ് കൺക്ലൂഡ്സ് എ മീൽ, എന്താണ് ഒരു മീലിനെ കൺക്ലൂഡ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ആഹാരം കഴിക്കാൻ പോകുമ്പോൾ ഒരു രീതിയുണ്ട്, നമ്മളങ്ങനെ പൊതുവെ ഫോളോ ചെയ്യുന്നില്ലെങ്കിലും ആദ്യം സ്റ്റാർട്ടേഴ്സ്, എന്താണ് ആദ്യം നമുക്ക് വിശപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് ആദ്യം സ്റ്റാർട്ടർ കഴിക്കുന്നു, പിന്നെ മെയിൻ കോഴ്സ് കഴിക്കുന്നു, പിന്നെ എന്താണ് ഡെസേർട്ട്, ലാസ്റ്റ് ഒരു മധുരം. നമ്മളിപ്പോൾ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയായിരിക്കും നമുക്കത് വിളമ്പുന്നത്. ഓക്കെ, അപ്പോൾ 2 S വന്നു കഴിഞ്ഞാൽ ഡെസേർട്ട് എന്ന് വെച്ചാൽ മധുരം അല്ലെ, അവസാനം ഒരു ഭക്ഷണത്തിന്റെ അവസാനം കഴിക്കുന്ന മധുരം, അതിനെയാണ് ഉദ്ദേശിക്കുന്നത് ഡെസേർട്ട്. ഇനി ഒരു S ആണെങ്കിൽ DESERT ആണെങ്കിൽ എന്താ മരുഭൂമി, എന്താണ് മരുഭൂമി എന്ന് പറയത്തില്ല, എന്താ ടു അബാൻഡൻ ഡ്രൈ ആൻഡ് സാൻഡി ഏരിയ. ഡ്രൈ ആൻഡ് സാൻഡി ഏരിയ എന്ന് വെച്ചാൽ മരുഭൂമിയാണ് കേട്ടോ, എന്താണ് വരണ്ട, എന്താണ് മണലൊക്കെ ഉള്ള പ്രദേശം, മരുഭൂമി. ഡെസേർട്ടഡ് എന്ന് പറയത്തില്ല, എന്താണ് ഡെസേർട്ടഡ്. ടു അബാൻഡൻ എന്ന് പറയുന്ന ഒരു മീനിങ് കൂടെ ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കുക. ടു അബാൻഡൻ, ഇറ്റ് ഈസ് എ ഡെസേർട്ടഡ് പ്ലേസ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡെസേർട്ടഡ് ഹൗസ്. എന്താണ് നമ്മളിപ്പോൾ ചില സ്ഥലത്തൂടെയൊക്കെ പോകുന്ന സമയത്ത് ചില വീടുകൾ കാണും അല്ലേ, അവിടെ ആൾ താമസം ഉള്ള ഒരു സൂചനയില്ലാത്ത കാട് പിടിച്ച് വലയൊക്കെ പിടിച്ച് കംപ്ലീറ്റ് എന്താണ് വൃത്തികേടായിട്ട് കിടക്കുന്ന, ഒരു മോശാവസ്ഥയിൽ കിടക്കുന്ന, ഭാർഗവി നിലയം പോലെ കിടക്കുന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ കിടക്കുന്ന ഒരു വീട് ആണെങ്കിൽ നമ്മൾ ഡെസേർട്ടഡ് ഹൗസ് എന്ന് പറയുന്നതാണ്. അബാൻഡൻഡ് ആണ്, ഉപേക്ഷിച്ച വീടാണ് അല്ലേ. ഉപേക്ഷിച്ച വീടെല്ലാം എങ്ങനെ കിടക്കത്തുള്ളൂ, ആരെങ്കിലും താമസിക്കുന്ന എല്ലാവരും പരിപാലിക്കുന്ന വീട് അങ്ങനെ കിടക്കില്ല. അതാണ് ഡെസേർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ടു അബാൻഡൻ എന്താണ് ഉപേക്ഷിക്കുക എന്ന മീനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ മരുഭൂമി എന്ന മീനിങ്ങും ഉണ്ട്. 2 S വന്നു കഴിഞ്ഞാൽ മധുര പലഹാരം. അടുത്തത് വെച്ചുള്ള വാക്കുകൾ നോക്കാം. വെച്ചുള്ള വാക്കുകൾ എക്സ്പെക്റ്റ് ഉണ്ട്, എക്സെപ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് പലർക്കും തെറ്റുന്ന അല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കാണ്. എക്സെപ്റ്റും ഉണ്ട്, എക്സ്പെക്റ്റും ഉണ്ട്. ഇവിടെ EXPECT എക്സ്പെക്ട്, P ഉണ്ട്, എക്സ്പെക്ട്. അടുത്തത് EXCEPT, P അവസാനമാണ് വരുന്നത്, എക്സെപ്റ്റ്. നമുക്ക് നോക്കാം. എക്സ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എക്സ്പെക്ട് ചെയ്യുക നമുക്കറിയുന്നതാണ്, പ്രതീക്ഷിക്കുക അല്ലെ, പ്രതീക്ഷിക്കുക. ടു ആൻറ്റിസിപ്പേറ്റ് ഓർ ലുക്ക് ഫോർവേഡ്, എന്താണ് പ്രതീക്ഷിക്കുക. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, എനിക്ക് ഇത്ര
എന്താണ് ഞാൻ ഈ പരീക്ഷയ്ക്ക് ജയിക്കുമെന്ന് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നു, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു, എന്താണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇന്ന് വൈകുന്നേരം എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറയാറില്ല. അത് തന്നെയാണ് പ്രതീക്ഷിക്കുക, പ്രതീക്ഷിക്കുക, ഇനി നടക്കാൻ പോകുന്നൊരു കാര്യം. അടുത്തത് എക്സെപ്റ്റ്. എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊഴികെ, വിത്ത് ദി എക്സ്ക്ലൂഷൻ ഓഫ്, എക്സ്ക്ലൂഷൻ ആണ്, ഇൻക്ലൂഷൻ അല്ല, അതൊഴികെ. എന്താണ് എൻ്റെ കല്യാണത്തിന് എൻ്റെ എല്ലാ കൂട്ടുകാരും വന്നു, ഒരാൾ ഒഴികെ എന്ന് പറയത്തില്ല. എക്സെപ്റ്റ് ദാറ്റ് ഫ്രണ്ട്, എക്സെപ്റ്റ് ദാറ്റ് ഫ്രണ്ട്, എന്താണ് ഒരു സുഹൃത്ത് ഒഴികെ ബാക്കി എല്ലാവരും വന്നു. അപ്പോൾ അത് മാത്രം, എക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മാത്രം, എന്താണ് ഇത് മാത്രം ഇല്ലാതെ, അല്ലെങ്കിൽ ഒഴികെ എന്ന് പറയുന്ന പോലെ. അടുത്തത് എൻവലപ്പ്, 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 എൻവലപ്പ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എൻവലപ്പ് എന്ന് പറഞ്ഞാൽ സറൗണ്ട് ഓർ കവർ. നമുക്കറിയാം എൻവലപ്പ് എന്ന് വെച്ചാൽ എന്താണ് പൊതിയ, അല്ലേ? മുഴുവനായി പൊതിയ, കുറച്ച് ഭാഗം മാത്രമല്ല, മൊത്തത്തിൽ പൊതിഞ്ഞ് എന്താണ് അത് നന്നായിട്ട് പാക്ക് ചെയ്യുക, എൻവലപ്പ് ചെയ്യുക, അല്ലേ? പുറത്ത് മൊത്തത്തിൽ കവർ ചെയ്യുക. അപ്പോൾ ആ കവർ ചെയ്യുന്നതിനാണ് എൻവലപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻവലപ്പ്, ENVELOP. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇയും കൂടെ വന്നു കഴിഞ്ഞാൽ, ആ കവർ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ, എൻവലപ്പിൻ്റെ കൂട്ടത്തിൽ ഒരു ഇയും കൂടെ വന്നു കഴിഞ്ഞാൽ എൻവലപ്പ് ആവും. അതെന്ന് പറയുന്നാൽ ഒരു വസ്തുവാണ് കേട്ടോ, ഒരു വസ്തുവാണ്. പേപ്പർ കണ്ടെയ്നർ ടു കവർ ഓർ എൻക്ലോസ് എ ലെറ്റർ ഓർ ഡോക്യുമെന്റ്. നമ്മൾ എൻവലപ്പ് ചെയ്യുന്ന കവർ ഉണ്ടല്ലോ, ആ പേപ്പർ കൊണ്ടുള്ള ആ കവറിനെയാണ് എൻവലപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കടയിൽ ചെന്നിട്ട് ഒരു എൻവലപ്പ് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഈ വെച്ചുള്ള എൻവലപ്പാണ് കേട്ടോ, ഈയും കൂടെ ചേർന്നുള്ള എൻവലപ്പിനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പൈസ കൊടുക്കാറില്ലേ എൻവലപ്പിനകത്തിട്ട്, അല്ലേ? നമ്മൾ പ്രസൻറ്റേഷൻ കവർ, ഗിഫ്റ്റ് കവർ എന്നൊക്കെ പറയും, അത് എൻവലപ്പാണ്, അല്ലേ? അതുപോലെ കത്തൊക്കെ അയക്കുമ്പോൾ എൻവലപ്പ് അതിനകത്താണ് ലെറ്റർ ഇട്ടിട്ട് അയക്കുന്നത്, അല്ലേ? ഫുള്ളായിട്ട് അത് കവർ ചെയ്ത് കൊടുക്കും. ആ വസ്തുവിനെ, ആ പേപ്പറിനെയാണ് എന്താണ് ഈയും കൂടെ ചേർത്ത് നമ്മൾ പറയുന്നത്, എൻവലപ്പായിട്ട് പറയുന്നത്. ഇനി ഇല്ലെങ്കിൽ ആ കവർ ചെയ്യുന്ന ആ പ്രോസസ്സ്, ആ പ്രക്രിയയാണ് മൊത്തത്തിലായിട്ട് ആ കവർ ചെയ്യുന്നതിനെയാണ് എന്തെന്നാ എൻവലപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സറൗണ്ട് ചെയ്യുക, കവർ ചെയ്യുക, മൂടുക, പൊതിയുക. ഓക്കെ, അടുത്തത് ഫോർവേഡ്, അല്ലേ? ഒരേപോലെയാണ് നമ്മൾ പറയുമ്പോൾ വരുന്നത്. ആദ്യത്തത് FOREWORD, അടുത്തത് FORWARD, ഫോർവേഡ്. ഇനി ആദ്യത്തെ ആണെങ്കിൽ ഇയും ഓയുമാണ് വരുന്നതെങ്കിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു എ ബുക്ക്, മുഖവുര എന്ന് നമ്മൾ പറയത്തില്ലേ, എന്താണ് ആ മുഖം. ഒരു ബുക്കിൻ്റെയൊക്കെ എന്താണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലേ? അതിനെയാണ് ഫോർവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ ആ ബുക്ക് എഴുതിയ ആൾ തന്നെ ആയിരിക്കണമെന്നല്ല എഴുതുന്നത്, ആ ബുക്കിനെ പറ്റി ആ പബ്ലിഷ് ചെയ്യുന്ന, അല്ലേ, ആ പബ്ലിഷ് ചെയ്യുന്ന ആൾക്കാർ എഴുതുന്നതായിരിക്കാം. അപ്പോൾ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ FOREWORD ആണെങ്കിൽ ആൻ ഇൻട്രൊഡക്ഷൻ ടു എ ബുക്ക്, ഒരു ബുക്കിന്റെ മുഖവുര, ആ മുഖം, അതാണ് ഫോർവേഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫോർവേഡ് നമുക്കറിയാം, അല്ലേ? ഫോർവേഡ് അറിയാം. അടുത്ത ഫോർവേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, മുമ്പിലേക്ക്, മൂവിങ് ഫോർവേഡ്, മുമ്പിലേക്ക് എന്താണ് പോകും തോറും എന്ന് പറയുന്ന പോലെ. ഡയറക്റ്റഡ് ഓർ ഫേസിങ് ടുവേർഡ്സ് ദി ഫ്രണ്ട് ഓൺവേർഡ്സ്, മുമ്പിലേക്ക്. നമ്മളിപ്പോൾ എന്താണ്, നമ്മൾ റിമോട്ടിൽ എന്താണ് ഫോർവേഡ് അടിച്ച് കളയെന്ന് പറയത്തില്ലേ, പാട്ട് ഫോർവേഡ് ചെയ്യുക, മുമ്പിലേക്ക് കൊണ്ടുപോകുക. വളരെ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ സ്പെല്ലിംഗ് നോക്കി വെച്ചേക്കുക. FOREWORD എന്ന് വെച്ചാൽ ആമുഖമാണ് കേട്ടോ, മുഖവുരയാണ്, ഇൻട്രൊഡക്ഷൻ ടു എ ബുക്കാണ്. ഓക്കെ, അടുത്തത് F വെച്ചുള്ള വാക്കാണ്. F വെച്ചുള്ള അടുത്ത വാക്ക് ഫ്ലെയർ ഉണ്ട്. ഒന്ന് FLAIR-ഉം അടുത്തത് FLARE-യും. നമുക്ക് അതിന്റെ മീനിങ് നോക്കാം. FLAIR ഫ്ലെയർ ആണെങ്കിൽ നാച്ചുറൽ എബിലിറ്റി. എന്താണ്, അവനൊരു ഫ്ലെയർ ഉണ്ട്, അവൻ എന്താണ് പടം വരയ്ക്കുന്നതിൽ ഒരു ഫ്ലെയർ ഉണ്ട്, അവൻ പഠിക്കുന്നതിൽ ഒരു ഫ്ലെയർ ഉണ്ട് എന്ന് പറയാറില്ലേ, എന്താണ് അതാണ് നാച്ചുറൽ ആയിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവ് ഉണ്ട്. FLAIR ആണെങ്കിൽ ആ ഫ്ലെയർ എബിലിറ്റി, കഴിവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി FLARE ആണെങ്കിൽ ടു ബേൺ ബ്രൈറ്റ്ലി, ആളിക്കത്തുന്നതിന്, അല്ലെ? ആളിക്കത്തുന്നതിനെയാണ് എന്താണ് ഫ്ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. FLARE, അത് ഓർത്ത് വെക്കുക, അതിന്റെ മീനിങ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ഫാദർ, FURTHER, ഫാദർ, FARTHER, ഫാദർ. മറ്റേ അച്ഛനെന്നല്ല, ഫാദർ എന്നല്ല കേട്ടോ. ഇത് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ 6 സൈലന്റ് ആക്കിയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫാദർ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഫാർത്തർ എന്ന് പറയുന്ന പോലെ ഫാർത്തർ. ഓക്കെ, അപ്പോൾ ഫർദർ ആണെങ്കിൽ മൂവിങ് ഫോർവേഡ്, നേരത്തെ പറഞ്ഞ പോലെ. നമ്മളിപ്പോൾ ഫോർവേഡ് എന്താണ് ദ ഫർദർ, ഐ വിൽ ടെൽ യു ദ ഫർദർ ഡീറ്റെയിൽസ് ലേറ്റർ. എന്താണ് ഫർദർ ആയിട്ടുള്ള മറ്റുള്ള ഇനി മുമ്പിലോട്ട് വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം എന്ന് പറയുന്നല്ലോ. ഫർദർ മൂവിങ്
ഫോർവേഡ്. ഇനി അടുത്തത് ഫാദർ, അതായത് FARTHER, ഫാദർ എന്ന് പറയുന്നത് എന്താണ്? ദൂരം, കുറച്ചുകൂടെ ദൂരം. എ ഗ്രേറ്റർ ഡിസ്റ്റൻസ് ഫ്രം സംതിങ്, എന്താണ്? ഇറ്റ് ഈസ് ഫാദർ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരുപാട് ദൂരെയാണ്, കുറച്ചുകൂടെ എന്താണ്? വളരെ ദൂരമുള്ള ഒരു അകലം, അതിനെയാണ് ഫാർദർ. നമ്മൾ ഷോർട്ടർ എന്ന് പറയത്തില്ലേ? ഷോർട്ടർ എന്ന് വെച്ചാൽ എന്താണ്? കുറവ് അല്ലേ? എന്താണ്? ചുരുങ്ങിയ അകലം. ഷോർട്ടർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ അകലം. അപ്പോൾ ഫാർദർ എന്ന് പറയുമ്പോൾ, ഫാദർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കൂടുതൽ, അല്ലേ? കൂടുതൽ ദൂരത്തിൽ. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് PSC ചോദിക്കുന്ന ഒരു വാക്കാണ് ഈ ഫെയർ എന്ന് പറയുന്നത്. FARE, ഫെയർ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ FAIR ഫെയർ കൂടെ ഉണ്ട്. FARE ഫെയർ ഉണ്ട്, FAIR ഫെയർ ഉണ്ട്. ഈ FARE ഫെയർ എന്ന് പറഞ്ഞാൽ എന്താ? ടിക്കറ്റ് നിരക്ക് എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ ടിക്കറ്റ് ഫെയർ എന്ന് പറയാറില്ലേ? ടാക്സി ഫെയർ, ബസ് ഫെയർ എന്നൊക്കെ പറയാറില്ലേ? അത് തന്നെയാണ്. ട്രെയിൻ ഫെയർ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, എന്താണ്? ഗതാഗത എന്താണ്? നിരക്ക്, അല്ലെങ്കിൽ ഗതാഗത എത്ര രൂപയാണ് ടിക്കറ്റ്, അതിനെയാണ് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ടിക്കറ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ടാക്സി ഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സിയുടെ ചാർജ്. നമ്മൾ എത്ര രൂപ, ഓട്ടോ ഫെയർ, ഇവിടെ നിന്ന് അതുവരെ പോകുമ്പോൾ എത്ര രൂപ അതിന് പൈസ കൊടുക്കുന്നു, അതാണ് ഫെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് FAIR ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കൊരു ഒരു മീനിങ് അറിയാം, ബ്യൂട്ടിഫുൾ അല്ലേ? ഹീ ഈസ് ഫെയർ, ഷീ ഈസ് ഫെയർ എന്ന് പറയാറില്ലേ? എന്താണ്? സൗന്ദര്യമുള്ളവൾ, സൗന്ദര്യമുള്ളവൻ എന്ന് പറയാറില്ലേ? അപ്പോൾ ആ ഫെയർ നമുക്കറിയാം, ബ്യൂട്ടിഫുൾ എന്ന അർത്ഥം വരുന്നുണ്ട്. ഇനി മറ്റൊരു അർത്ഥം, മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ബയാസ്, ഡിസോണസ്റ്റി, ഇൻജസ്റ്റിസ്. എന്താ പറയുന്നത്? ഇപ്പൊ നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം, എന്താണ്? ഒരു ഫെയർ ഡിസിഷൻ എന്ന് പറയാറില്ലേ? ഒരു വളരെ എന്താണ്? നിഷ്പക്ഷമായിട്ടുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള, ന്യായപരമായിട്ടുള്ള ഒരു തീരുമാനം. നമ്മളിപ്പോൾ ചില കായിക ഇനങ്ങളിലൊക്കെ പറയാറുണ്ടല്ലേ? ഫെയർ പ്ലേ എന്ന് പറയാറുണ്ട്. എന്താണ്? വളരെ എന്താണ്? ന്യായമായിട്ട് കളിക്കുക. ആ ഫെയറും ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഫെയർ ഡിസിഷൻ നമ്മൾ കേട്ടിട്ടുണ്ട്, എന്താണ്? വളരെ ന്യായമായിട്ടുള്ള ഒരു തീരുമാനം എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതാണ് ഈ ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് FAIR ഫെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി FARE ആണെങ്കിൽ എന്താണ്? നിരക്ക്, ടിക്കറ്റ് നിരക്ക്. അപ്പൊ നമുക്കിനി H വെച്ചുള്ള വാക്കുകൾ നോക്കാം. ആദ്യത്തെ രണ്ട് വാക്ക് H വെച്ച് വരുന്നത് ഹ്യൂമൻ ഉണ്ട്, ഹ്യൂമെയിൻ ഉണ്ട്. ഇവിടെ ഹ്യൂമൻ HUMAN ആണ്. അതിന്റെ കൂട്ടത്തിൽ ഇയും കൂടെ വന്നു കഴിഞ്ഞാൽ ഹ്യൂമെയിൻ ആയി കേട്ടോ. അതിന്റെ പ്രൊനൗൺസിയേഷൻ ഹ്യൂമെയിൻ എന്നാണ്. അപ്പൊ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? മനുഷ്യൻ അല്ലെ? മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറയാറില്ലേ? എന്താണ്? മനുഷ്യൻ. അതാണ് ഹ്യൂമൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹ്യൂമെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോയിങ് കൈൻഡ്നെസ്, എന്താണ്? മനുഷ്യത്വം കാണിക്കുക. എന്താ പറയുന്നത്? ഹ്യൂമെയിൻ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യത്വം കാണിക്കുക അല്ലെ? ഒരു ഹ്യൂമെയിൻ ബിഹേവിയർ, എന്താണ്? ഷോസം എന്താണ്? ഹ്യൂമെയിൻ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന്? മനുഷ്യത്വം കാണിക്കുക അല്ലെ? അതാണ് ഹ്യൂമെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രകടമാക്കുക, മനുഷ്യത്വം പ്രകടമാക്കുക, അതിനെയാണ് ഹ്യൂമെയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത രണ്ട് വാക്കുകൾ ഹേർഡ്. ഓക്കെ, ആദ്യത്തത് HEARD, രണ്ടാമത്തത് HERD. ആദ്യത്തെ HEARD, രണ്ടാമത്തെ HERD. ഈ ഹേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? പാസ്റ്റ് ടെൻസ് ഓഫ് ടു ഹിയർ, എന്താണ്? കേട്ടു അല്ലേ? ഐ ഹേർഡ് എ വോയിസ്, എന്താണ്? ഞാനൊരു ശബ്ദം കേട്ടു, ഒരു ശബ്ദം കേട്ടു. ആ ഹേർഡാണ്. ഇനി ആ എടുത്ത് കളഞ്ഞാൽ എന്താണ്? ഹേർഡായി. ഗ്രൂപ്പ് ഓഫ് ഷീപ്പ്, കാറ്റിൽ എക്സെട്ര. എന്താണ്? ആടിന്റെയും അല്ലെങ്കിൽ കന്നുകാലികളുടെ കൂട്ടം. നമ്മൾ കളക്റ്റീവ് നോൺസിൽ പഠിക്കുന്നുണ്ട്, എന്താണ്? കൂട്ടങ്ങൾ അല്ലെ? ഗ്രൂപ്പുകളെ പറ്റി പഠിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഹേർഡ് എന്ന് വെച്ചാൽ ആടുകളുടെ അല്ലെങ്കിൽ കന്നുകാലികളുടെ കൂട്ടം. ഹേർഡ് ഓഫ് ഷീപ്പ് എന്ന് പറയുന്ന പോലെ ആ ഹേർഡാണ് ഇത്. അതിന്റെ ഈ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കേട്ടു എന്ന അർത്ഥമാണ്. നമുക്കിനി അടുത്തേക്ക് പോവാം. അടുത്തേക്ക് വരുമ്പോൾ എല്ല് വെച്ചുള്ള വാക്കുകളാണ്. ലേറ്റർ, ലാറ്റർ. ലേറ്റർ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എ ടൈം, കുറച്ച് കഴിഞ്ഞിട്ട്. ഐ വിൽ കോൾ യു ലേറ്റർ എന്ന് പറയാറില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിന്നെ വിളിക്കാം അല്ലെ? ഐ വിൽ കോൾ യു ലേറ്റർ, കുറച്ച് കഴിഞ്ഞ്, ആഫ്റ്റർ എ ടൈം. ഇനി രണ്ട് T വന്നു കഴിഞ്ഞാൽ, LATER ആണ് ലേറ്റർ. രണ്ട് T വന്നു കഴിഞ്ഞാൽ അത് ലാറ്ററായി. ലാറ്റർ എന്ന് വെച്ചാൽ സെക്കൻഡ് വൺ ഓഫ് ടു തിങ്സ്. എന്താണ്? രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ എടുത്ത് പറയുമ്പോൾ എന്താണ്? ലാറ്റർ വൺ എന്ന് പറയാറുണ്ട് അല്ലെ? ലാറ്റർ ഈസ് എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ കാര്യം, രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തെ. എന്താണ്? ദിസ് ഈസ് രാമു ആൻഡ് ദിസ് ഈസ് രാജു. എന്താണ്? ലാറ്റർ ഈസ് മൈ കസിൻ. എന്താണ്? ഇത് രാമും രാജു ആണ്. രണ്ടാമത് പറഞ്ഞാൽ എൻ്റെ കസിനാണ്. അതായത് ലാറ്റർ ഈസ് മൈ കസിൻ, എൻ്റെ കസിനാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളിൽ എന്താണ്? രണ്ടാമത്തേത് കേട്ടോ. രണ്ട് കാര്യങ്ങളിൽ രണ്ടാമത്തേത്. ഇനി ഒരു T ഉള്ളൂവെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട്. ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. അടുത്തത് ലക്ഷൂറിയൻറ്റ്.
ലക്ഷൂറിയസ് നമുക്കറിയാം എന്താണ്, ആഡംബരം അല്ലേ, ആഡംബരം. ആൻ എക്സ്ട്രാ ലെവൽ ഓഫ് കംഫർട്ട്, ആഡംബരം അല്ലെ, ആഡംബരം നമ്മൾ ലക്ഷറി എന്ന് പറയത്തില്ലേ, അപ്പൊ ലക്ഷൂറിയസ് എന്ന് വെച്ചാൽ ആഡംബരം അല്ലെ, എന്താണ് ആഡംബര കാറുകൾ അല്ലെ, ആഡംബരം വീടുകൾ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ആഡംബരം എന്ന് വെച്ചാൽ പൈസയുടെ മാത്രം കണക്ട് ചെയ്ത് പറയത്തിന് കാരണം നമ്മൾ ലക്ഷറി എന്ന് പറയുന്ന വാക്ക് നമ്മൾ പൈസ വെച്ച് മാത്രമല്ല. ഇപ്പോൾ ഒരാൾക്ക് നിങ്ങളിപ്പോൾ ഒരു കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്ന സമയത്ത് എന്താണ്, എപ്പോൾ വേണമെങ്കിലും പോവാം, എന്താ പറയുന്നത്, എപ്പോൾ വേണമെങ്കിലും കോളേജിൽ നിന്ന് ഇറങ്ങി പോകാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര ലക്ഷറി ആണെന്ന് പറയാം അല്ലേ, ഭയങ്കര ലക്ഷറിയാണ് അവിടെ അനുഭവിക്കുന്നതെന്ന് പറയും. അവിടെ പൈസ വരുന്നില്ല, നമുക്ക് ഭയങ്കര കംഫർട്ടാണ്, ആൻ എക്സ്ട്രാ ലെവൽ ഓഫ് കംഫർട്ട് എന്ന് പറയുന്ന പോലെ. അപ്പോൾ അതുകൊണ്ടാണ് ആൻ എക്സ്ട്രാ ലെവൽ ഓഫ് കംഫർട്ട് എന്ന് പറയുന്നത് ആഡംബരം എന്ന് നമുക്ക് പഠിച്ചു വെക്കാം. ലക്ഷൂറിയസ്, ലക്ഷൂറിയസ്. ഇനി അടുത്തത് ലക്ഷൂറിയന്റ്, ലക്ഷൂറിയന്റ്, LUXURIANT, ലക്ഷൂറിയന്റ്. ലക്ഷൂറിയന്റ് എന്ന് വെച്ചാൽ ഗ്രോയിങ് തിക്ലി ആൻഡ് സ്ട്രോങ്ലി. എന്താണ്, ഷീ ഹാസ് ഗോട്ട് എ ലക്ഷൂറിയന്റ് ഹെയർ. എന്താണ്, നമുക്ക് വളരെ ലക്ഷൂറിയന്റ് ആയിട്ടുള്ള മുടിയാണ് എന്ന് വെച്ചാൽ എന്താണ്, വളരെ ഇടുങ്ങിയ കറുത്ത് എന്താണ്, വളരെ എന്താണ് തിക്കായിട്ടുള്ള ഞെരുക്കമുള്ള മുടി, അതാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രോയിങ് തിക്ലി ആൻഡ് സ്ട്രോങ്ലി, എന്താണ് വളരെ കട്ടിക്ക് എന്താണ് വളരെ സ്ട്രോങ് ആയിട്ട് ദൃഢമായിട്ട് എന്താണ് വളരുക. ലക്ഷൂറിയന്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ എന്താണ് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ എന്താണ് തിങ്ങി നിറഞ്ഞ് വളരുന്ന കാട്, അതാണ് ഈ ലക്ഷൂറിയന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത എം വെച്ചുള്ള രണ്ട് വാക്കുകൾ പഠിക്കാം. എം വെച്ച് വരുന്നത്, എം വെച്ച് മാരിറ്റൽ ഉണ്ട്, മാർഷ്യൽ ഉണ്ട്. മാരിറ്റൽ ഉണ്ട്, മാർഷ്യൽ ഉണ്ട്. ഇവിടെ MARITAL, ഇവിടെ MARTAL. മാരിറ്റൽ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു മാരേജ്, റെഫേഴ്സ് ടു മാരേജ്. എന്താണ്, നമ്മളിപ്പോൾ ഈ ബയോഡേറ്റയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് മാരിറ്റൽ സ്റ്റേറ്റസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. മാരിറ്റൽ സ്റ്റേറ്റസ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ വിവാഹിതനാണോ, എന്താണ്, അല്ല സിംഗിൾ ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അൺമാരീഡ് ആണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റെഫേഴ്സ് ടു മാരേജ്. എന്താണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. മാരിറ്റൽ എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു മാരേജ്, വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട, മാരേജുമായിട്ട് ബന്ധപ്പെട്ട. ഇനി മാർഷ്യൽ, മാർഷ്യൽ നമുക്കറിയാം MARTAL ആണ്. മാർഷ്യൽ നമുക്കറിയാം എന്താണ്, മാർഷ്യൽ ആർട്സ് എന്ന് കേൾക്കാറുണ്ട് അല്ലേ, ആയോധന കലകൾ അല്ലേ, മാർഷ്യൽ ആർട്സ്, അടി, അതാണ് ഉദ്ദേശിക്കുന്നത്. റെഫേഴ്സ് ടു വാർ, ഫൈറ്റ്. എന്താണ് ദ്വന്ദ്വയുദ്ധം, എന്താണ് അടി വഴക്ക് അല്ലെങ്കിൽ പോര്, അതിനെയൊക്കെ എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാർഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. മാർഷ്യൽ ആർട്സ്, മാർഷ്യൽ വെപ്പൺസ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അടുത്ത പി വെച്ച് രണ്ട് വാക്കുകൾ നോക്കാം. പോൾ, പോൾ. POLE പോളും ഉണ്ട്, അതുപോലെ POLL പോളും ഉണ്ട്. രണ്ട് അല്ലെ, രണ്ട് L വരുന്ന POLL പോളും ഉണ്ട്. ആദ്യത്തെ പോൾ ഉദ്ദേശിക്കുന്നത് എന്താ പറയുന്നത്, എ ലോങ് സ്ലെൻഡർ പീസ് ഓഫ് വുഡ്, എന്താ നീളത്തിനുള്ള തടി. നമ്മൾ ഈ കൊടിമരത്തിനൊക്കെ വെക്കുന്ന തടിയില്ലേ, അതിനെയാണ് പോൾ ഉദ്ദേശിക്കുന്നത്. കൊടിമരത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം, ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ വെക്കാനായിട്ട് നമ്മൾ എന്താണ് പോള് നാട്ടുക എന്നൊക്കെ പറയും അല്ലേ, അപ്പോൾ അതിനെയാണ് അല്ലെങ്കിൽ പോള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്, എ ലോങ് സ്ലെൻഡർ പീസ് ഓഫ് വുഡ്, എന്താണ് ഉരുണ്ടിരിക്കുന്ന ആ നീളത്തിനുള്ള ആ തടി കൊണ്ടുള്ള സാധനം, അതിനെയാണ് പോൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി POLL, ഡബിൾ L, POLL പോൾ ആണെങ്കിൽ എന്താണ്, നമ്മൾ പോളിംഗ് എന്ന് കേൾക്കാറില്ലേ, ഈ വർഷം ഇലക്ഷന് പോളിംഗ് കുറവായിരുന്നു എന്ന് വെച്ചാൽ എന്താണ്, വോട്ടിംഗ് കുറവാണ്, വന്ന് വോട്ട് ചെയ്ത ആൾക്കാർ കുറവാണ്. എന്താണ്, വോട്ടിംഗ് ഇൻ ആൻ ഇലക്ഷൻ, കളക്ടിങ് ഒപ്പീനിയൻസ്. എന്താ പറയുന്നത്, എന്താണ് ഇലക്ഷൻ എന്ത് ചെയ്യുന്ന, വോട്ട് ചെയ്യുന്നതിന്, അതിനാണ് പോളിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കളക്ടിങ് ഒപ്പീനിയൻസ്. നമുക്കിപ്പോൾ അറിയാം, നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ പോൾസ് വരാറുണ്ട് അല്ലേ, സ്റ്റോറിയിലും അല്ലെങ്കിൽ പോസ്റ്റിലൊക്കെ പോള്, നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. എന്താണ്, അതിന് നമ്മൾ പോൾ എന്ന് പറയും അല്ലേ, പോൾ എന്ന് പറയും. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, POLL പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള വാക്കാണ്, എന്താ, പ്രാക്ടീസ്, പ്രാക്ടീസ്. ഇവിടെ ആദ്യത്തേതിൽ C ആണ്, രണ്ടാമത്തേതിൽ S ആണ്. ഓക്കെ, ഇപ്പൊ രണ്ടും ഉദ്ദേശിക്കുന്നത് എന്താണ്, പരിശീലനം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രാമറ്റിക്കലി നോക്കുമ്പോൾ ഒന്ന് നൗണാണ്, ഒന്ന് വെർബാണ്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇവിടെ സാധാരണയായിട്ട് ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ നൗണാണെങ്കിലും നാമമാണെങ്കിലും ക്രിയയാണെങ്കിലും വെർബാണെങ്കിലും C തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് കേട്ടോ, അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ. പക്ഷെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, നമ്മൾ പൊതുവെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൗൺ ആണെങ്കിൽ C വരും, വെർബ് ആണെങ്കിൽ S വരും. ഓക്കെ, പരിശീലനം നമ്മൾ നാമമായിട്ട് പറയുവാണെങ്കിൽ C വരും, വെർബായിട്ട് ക്രിയയായിട്ട് പറയുവാണെങ്കിൽ S വരും. നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. എന്താണ്, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. എന്താണ്, പരിശീലനം ഒരു മനുഷ്യനെ എന്താണ് പെർഫെക്റ്റ് ആക്കുക, അല്ലെ മികവുറ്റവനാക്കും എന്ന് പറയാറില്ലേ, പരിശീലിക്കുന്നത് അല്ലെ, പരിശീലനം.
അത് നാമമാണ്. അവിടെ വരുന്നത് സി ആണ്. എന്താണ്? ഇനി മറ്റൊരു സെന്റൻസ് പറയുമ്പോൾ ഷീ പ്രാക്ടീസസ് ടെന്നീസ് എവറി ഡേ. എന്താണ്? അവൾ ടെന്നീസ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും. അവിടെ ക്രിയയാണ്. അങ്ങനെ വരുമ്പോൾ എസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. പ്രാക്ടീസസ് എസ് വെച്ചായിരിക്കും ഉപയോഗിക്കുന്നത്. അതാണ് വ്യത്യാസം കേട്ടോ. ഇവിടെ നൗൺ വെർബ്. ഇപ്പൊ നൗണായിട്ട് നാമമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതായത് ഒരു നാമം ഒരു ആശയമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ പറയുന്നത്? സി ഉപയോഗിക്കുക. ഇനി അതൊരു വെർബായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന സെന്റൻസിൽ വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എസ് ഉപയോഗിക്കുക. ഓക്കെ, ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്താണ്? ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അല്ലെ? റിപ്പീറ്റ് ചെയ്ത് അതിൽ മികവ് എന്താണ്? നേടുക. അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ നാമം ആയിട്ട് ഉപയോഗിക്കുന്നതിന് മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡോക്ടർമാർ പ്രാക്ടീസ് ചെയ്യാന്ന് കേട്ടില്ലേ? ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ലോയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നൊക്കെ പറയാറില്ലേ? അതായത് നമ്മൾ പഠിച്ച കാര്യം എന്താണ്? അപ്ലൈ ചെയ്യുക. അത് പരിശീലിച്ച് പഠിക്കുക. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കുക. ഇനി നൗണ് വെർബ് നമ്മൾ ഈ വ്യത്യാസമൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൽ, ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ക്ലാസ്സിൽ വ്യക്തമായിട്ട് നമ്മളത് പഠിക്കുന്നുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടാൽ മതി. ഓക്കെ, അടുത്ത രണ്ട് വാക്കുകൾ പ്രിൻസിപ്പൽ. നമുക്ക് തെറ്റിപ്പോകുന്ന രണ്ട് വാക്കുകളാണ്. പല്ലാണ്. പ്രിൻസിപ്പൽ. എന്താണ് പ്രിൻസിപ്പൽ? നമുക്കറിയാം എ ഗവേണിംഗ് അതോറിറ്റി ഓഫ് സ്കൂൾ ഓർ കോളേജ്. എന്താണ്? നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ, കോളേജിലെ പ്രിൻസിപ്പൽ, സ്കൂളിലെ പ്രിൻസിപ്പലൊക്കെ അല്ലേ? ആ നമ്മുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ കോളേജിന്റെ പ്രിൻസിപ്പലിനെ പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ എന്നാണ്. PAL ആണ് കേട്ടോ. PAL ആണ്. ഇനി PLE ആണെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് വെച്ചാൽ തത്വം അല്ലേ? നമുക്ക് ചില പ്രിൻസിപ്പൽസ് ഉണ്ടെന്ന് പറയത്തില്ലേ? എന്താണ്? എ മോറൽ റൂൾ ഓർ എ സ്ട്രോങ് ബിലീഫ്. നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാറില്ലേ? അതാണ് PLE തത്വം. PAL എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പൽ, സ്കൂൾ പ്രിൻസിപ്പൽ, കോളേജ് പ്രിൻസിപ്പൽ. അത് മാറിപ്പോകരുത്. ആ വ്യക്തിയെ പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ. നിങ്ങൾ വിളിക്കുക പ്രിൻസിപ്പൽ എന്ന് പറയരുത്, പ്രിൻസിപ്പൽ എന്നേ പറയാൻ പാടുള്ളൂ. അടുത്തത് പ്രേ. രണ്ടും എന്താണ്? പ്രൊനൗൺസിയേഷൻ സെയിം ആണ്. PRAYയും PREYയും. പ്രേ എന്ന് നമുക്കറിയാം. PRAY ആണെങ്കിൽ പ്രാർത്ഥന അല്ലേ? അഡ്രസ് എ പ്രയർ ടു ഗോഡ്. എന്താണ്? ദൈവത്തിന് പ്രാർത്ഥിക്കുക അല്ലേ? പ്രാർത്ഥന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക, പ്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി EY ആണ്, PREY ആണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രേ, ഇര. വേട്ടയാടുമ്പോൾ എന്താണ്? ഇരയാക്കപ്പെടുന്ന ജീവി അല്ലെങ്കിൽ മൃഗം, അതിനെയാണ് പ്രേ എന്ന് പറയുന്നത് അല്ലേ? വേട്ടയാടുന്ന ആളെ പ്രഡേറ്റർ എന്ന് പറയും അല്ലേ? വേട്ടയാടപ്പെടുന്ന ജീവിയെ പ്രേ എന്ന് പറയും. എന്താണ്? ആൻ ആനിമൽ ഹണ്ടഡ് ഓർ സീസ്ഡ് ഫോർ ഫുഡ്. ആഹാരത്തിന് വേണ്ടി വേട്ടയാടപ്പെടുന്ന ഇര. പ്രേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? പ്രേ. അടുത്തത് ശ്രദ്ധിക്കുക, ക്വൈറ്റ്. QUIETയും QUITയും അല്ലെ? ഈ E എടുത്ത് പുറത്തിടുമ്പോൾ ഇതായി, ടീക്ക് ഇപ്പുറത്തിടുമ്പോൾ വ്യത്യാസം നോക്കുക. ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ കാം. ഹീസ് എ ക്വൈറ്റ് പേഴ്സൺ എന്ന് പറയത്തില്ലേ? എന്താണ്? വളരെ കാമായിട്ടുള്ള, എന്താണ്? അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. കീപ് ക്വൈറ്റ്. നമ്മളെ ക്ലാസ്സിലൊക്കെ, സ്കൂളിലും കോളേജിലൊക്കെ ക്ലാസ്സിൽ വന്ന ടീച്ചേഴ്സ് പറയല്ലേ? കീപ് ക്വൈറ്റ് എന്ന് പറയും അല്ലേ? മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുക എന്ന് പറയില്ലേ? അതാണ് QUIET കൊണ്ട് ഉദ്ദേശിക്കുന്നത്. QUIET എന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ, മിണ്ടാതിരിക്കുക, കാം. ഇനി QUITE, ഈ ക്വൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി, മൊത്തത്തിൽ. ഈ മൊത്തത്തിൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ പറയത്തില്ലേ? എന്താണ്? ക്വൈറ്റ് എ ലോട്ട് എന്താണ്? മൊത്തത്തിൽ എന്താണ്? ഒരുപാട് പേരുണ്ടായിരുന്നു. ക്വൈറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ. എന്താണ്? മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ മറ്റു രീതിയിൽ ക്വൈറ്റ് എ ബിറ്റ്. എന്താണ്? ക്വൈറ്റ് എ ബിറ്റ്, കുറച്ച്. എന്താണ്? മൊത്തത്തിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഒരേ കാര്യം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയും അല്ലേ? ആ വാക്ക് ഉപയോഗിച്ച് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. ക്വൈറ്റ് എ ലോട്ടും ഉണ്ട്, ക്വൈറ്റ് എ ബിറ്റും ഉണ്ട്. എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ എന്താണ്? നമ്മളൊരു കല്യാണത്തിന് പോകുന്നു, ആരെങ്കിലും ചോദിക്കും എത്ര പേരുണ്ടായിരുന്നു? മൊത്തത്തിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് നമുക്ക് നെഗറ്റീവായിട്ടും പറയാം. എന്താ? മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് അതിൻ്റെ യൂസേജ് വരുന്നത്. നമുക്കത് ക്വൈറ്റ് എ ലോട്ട് എന്ന് ഉപയോഗിക്കാം, ക്വൈറ്റ് എ ബിറ്റ് എന്ന് ഉപയോഗിക്കാം. എന്താണ്? കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി. കാരണം നിങ്ങൾ ഈ കംപ്ലീറ്റ്ലി ഓർ എൻറ്റയർലി എന്ന് പറയുമ്പോൾ കൂടുതൽ എന്ന് മാത്രം വിചാരിക്കരുത് കേട്ടോ. ക്വൈറ്റ് ഉപയോഗിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി എന്ന് മാത്രം ഉപയോഗിക്കരുത്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ക്വൈറ്റ് എ ലോട്ട് എന്ന് ഉപയോഗിക്കാം, ക്വൈറ്റ് എ ബിറ്റ്, ക്വൈറ്റ് എ വെരി ലിറ്റിൽ എന്ന് പറയുന്ന പോലെ. അടുത്തത് റൈസ് ഉണ്ട്, ഓക്കെ.
റൈസ് നമുക്കറിയാം ആൻ അപ്വേർഡ് മൂവ്മെൻറ്റ്, എന്താണ് മുകളിലേക്കുള്ളൊരു എന്താണ് ചലനം, മൂവ്മെൻറ്റ്. സൺറൈസ് എന്നാണ് പറയുന്നത് അല്ലേ. എന്താണ് സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ മുകളിലേക്കാണ് എന്താണ് വരുന്നത്. സൺ റൈസ് എന്ന് പറയുമോ? ഇല്ല, സൺ റൈസ് എന്ന് പറയത്തില്ല. അപ്പോൾ നമുക്ക് വ്യത്യാസം നോക്കാം. റൈസ് എന്ന് വെച്ചാൽ മുകളിലേക്ക് വരുന്നു അല്ലേ. എന്താണ് സീ ലെവൽ റൈസ് ചെയ്യുന്നു, മുകളിലേക്ക് വരുന്നു. റൈസ് RAISE ആണെങ്കിൽ എന്താണ് ടു ലിഫ്റ്റ് ടു ഹയർ പൊസിഷൻ, മുകളിലേക്ക് എടുത്തു വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ശമ്പളം എന്താണ് കൂട്ടുക എന്നാണ് പറയുന്നത് അല്ലേ. ശമ്പളം റൈസ് ചെയ്തു, എന്താണ് ശമ്പളം നേരത്തെ ഇത്രയായിരുന്നു, അത് ഒരു മാനേജർ നമ്മുടെ ഒരാൾ അത് കുറച്ചുകൂടെ കൂട്ടി തന്നു അല്ലേ, കുറച്ചുകൂടെ മുകളിലേക്ക് ആക്കി തന്നു, റൈസ് ചെയ്തു. ഇപ്പോൾ പെട്രോളിൻ്റെ വില ഉയരുകയാണ് എന്ന് പറയുമ്പോൾ എന്താണ് റൈസ് ഉപയോഗിക്കാം, ഉയരുകയാണ്. പെട്രോളിൻ്റെ വില ഉയർത്തി എന്ന് പറയുമ്പോൾ എന്താണ് റൈസ് ചെയ്തു, RAISE. അപ്പോൾ റൈസ് എന്ന് വെച്ചാൽ മുകളിലേക്കുള്ള അല്ലെങ്കിൽ ആ മുകളിലേക്കുള്ള കയറ്റം അല്ലെങ്കിൽ ആ മൂവ്മെന്റ് അല്ലെങ്കിൽ ആ കുതിപ്പ്, അതിന് റൈസ് എന്ന് പറയാം. റൈസ് എന്ന് പറയുമ്പോൾ എന്താണ് എടുത്തു വെച്ചു അല്ലെങ്കിൽ മുകളിലേക്ക് ആക്കി അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി എന്ന് പറയുന്നത്. റൈസ് എന്ന് വെച്ചാൽ ടു ലിഫ്റ്റ് ടു ഹയർ പൊസിഷൻ. അടുത്തത് റെയിൻ. ഇമ്പോർട്ടൻ്റ് ആണ്. റെയിൻ. നമുക്ക് നോക്കാം. ആദ്യത്തെ റെയിൻ നമുക്കറിയാം RAIN, നമുക്കാർക്കും തെറ്റത്തില്ല, എന്താണ് മഴ. RAIN എന്ന് വെച്ചാൽ മഴ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അർത്ഥം നോക്കേണ്ട, മഴ തന്നെയാണ് അല്ലേ. ഞാൻ ഈ ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ മീനിങ് എഴുതാനുള്ള കാരണം, നമുക്ക് മലയാളം വാക്ക് എഴുതാത്തതിൻ്റെ കാരണവും നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന മൊത്തത്തിൽ ഇംഗ്ലീഷിലാണല്ലോ. അപ്പോൾ മിക്കവാറും ഈ വാക്കുകൾ ഉപയോഗിക്കാൻ തരുന്ന സെൻറ്റൻസുകളിൽ ഇതിൻ്റെ അർത്ഥത്തിൽ വരുന്ന ഏതെങ്കിലുമൊക്കെ വാക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങളുടെ മെമ്മറിയിൽ ഇരിക്കാൻ വേണ്ടിയാണ്, ഓർത്തിരിക്കാൻ വേണ്ടിയാണ് ഇംഗ്ലീഷിൽ തന്നെ അതിൻ്റെ മീനിങ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെയിൻ RAIN എന്ന് പറഞ്ഞാൽ മഴ. അടുത്തത് REIGN, ഈ റെയിൻ എന്ന് പറഞ്ഞില്ല, REIGN എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ പറയുന്നത് പീരീഡ് ഓഫ് റൂൾ ഓഫ് എ മൊണാർക്ക്, ഒരു രാജാവിൻ്റെ ഭരണ കാലഘട്ടം അല്ലേ, രാജവാഴ്ച അല്ലേ. ഇപ്പോൾ ഇന്ന രാജാവിൻ്റെ റെയിൻ ആണെന്ന് പറഞ്ഞാൽ ആ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്ന പോലെ. റെയിൻ എന്ന് വെച്ചാൽ കാലഘട്ടം, രാജാവിൻ്റെ ഭരണ കാലഘട്ടം. അടുത്തത് REIN റെയിൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എ ലോങ് സ്ട്രാപ്പ് യൂസ് ടു ലീഡ് ഹോഴ്സ് മീൻസ് ഓഫ് കൺട്രോൾ. കുതിരകളെ നമ്മൾ വലിക്കാനായിട്ട്, കെട്ടാനായിട്ട്, കുതിരകളെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതിനെ റെയിൻ എന്നാണ് പറയുന്നത്. REIN, അതിന് റെയിൻ എന്നാണ് പറയുന്നത് കേട്ടോ. നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ നിയന്ത്രണം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതൊരു വസ്തുവാണ് കേട്ടോ. ആദ്യത്തത് മഴ, രണ്ടാമത്തത് ആ കാലഘട്ടം, രാജഭരണത്തിന്റെ ആ കാലഘട്ടം. അടുത്തത് ഒരു വസ്തുവാണ്, ലോങ് സ്ട്രാപ്പ്. കുതിരകളെയൊക്കെ കെട്ടാനായിട്ട് അല്ലെ വലിച്ചുകൊണ്ട് പോകാനായിട്ട്, കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആ സ്ട്രാപ്പിനെ, ഇതിനെയാണ് റെയിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, REIN. ഓക്കെ, അടുത്തത് നമുക്ക് തെറ്റുന്ന വാക്കാണ് സ്റ്റേഷനറി. എയും ഇയും. ഓക്കെ, സ്റ്റേഷൻ ARY, സ്റ്റേഷൻ ERY. ആദ്യത്തെ സ്റ്റേഷനറി എന്ന് വെച്ചാൽ ഫിക്സഡ്. എ ആണെങ്കിൽ എ അനങ്ങാതിരിക്കുന്നു, എ ആണെങ്കിൽ അനങ്ങാതിരിക്കുന്നു, അങ്ങനെ പഠിച്ചു വെക്കുക. എ അനങ്ങാതിരിക്കുന്നു. ഫിക്സഡ് എന്താണ് ദ ബസ് ഈസ് സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് മൂവ് ചെയ്യുന്നില്ല, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്നു, അനങ്ങാതെ നിൽക്കുന്നു കേട്ടോ. ഇനി സ്റ്റേഷനറി ഇ ആണെങ്കിൽ മെറ്റീരിയൽസ് ലൈക്ക് പെൻ, ഇങ്ക്, പേപ്പർ എക്സെട്ര. നമ്മൾ എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം കൂടെ ചേർന്ന്, പേന, പേപ്പർ, ഇങ്ക് അല്ലേ, മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത്, കളർ പെൻസിൽ എല്ലാം ചേർത്ത് സ്റ്റേഷനറി ഐറ്റംസ് എന്ന് നമ്മൾ പറയും അല്ലേ. മാർക്കർ, നമ്മൾ സ്റ്റേഷനറി കട എന്ന് പറയാറില്ലേ. ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റേഷനറി കട എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റേഷനറി ഐറ്റംസ്, ഓഫീസിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റേഷനറി ഐറ്റംസ്, അതിനെയാണ് ERY കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ എ ആണെങ്കിൽ അനങ്ങത്തില്ല, ഫിക്സഡ്. ERY ആണെങ്കിൽ ഈ സ്റ്റേഷനറി ഐറ്റംസിൽ ഉപയോഗിക്കുന്നത് ERY ആണ്, ശ്രദ്ധിക്കുക. അടുത്തത് സ്റ്റോറി. രണ്ടും ഒരേ ഉച്ചാരണമാണ് വരുന്നത്. ആദ്യത്തെ STORY, നമുക്കറിയാം കഥ അല്ലേ, കഥയാണ്. സ്റ്റോറി എന്ന് ഉദ്ദേശിച്ചാൽ കഥ, എ നറേറ്റീവ് അക്കൗണ്ട് ഓഫ് ആൻ ഇവന്റ്, കഥ, വിവരണം, കഥയാണ് സ്റ്റോറി. അടുത്ത സ്റ്റോറി ശ്രദ്ധിക്കുക, STOREY എന്ന് ഉദ്ദേശിക്കുന്നത് നില. 2 സ്റ്റോറി ബിൽഡിംഗ്, 2 നിലയുള്ള കെട്ടിടം. 4 സ്റ്റോറി ബിൽഡിംഗ്, 4 നിലയുള്ള കെട്ടിടം. നില, ഫ്ലോർ ഓർ ലെവൽ ഇൻ ദി ബിൽഡിംഗ്. എന്നൊരു കെട്ടിടത്തിലെ നിലയെ സ്റ്റോറി എന്ന് പറയും കേട്ടോ, നില എന്ന് പറയും.
കേട്ടോ. അതാണ് നമ്മൾ പറയുന്നത് തന്നെയാണ് 2 സ്റ്റോറി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ 2 നിലയുള്ള കെട്ടിടം. ഓക്കെ, അടുത്തത് എസ് വെച്ചുള്ള 3 വാക്കുകൾ വരുന്നുണ്ട്, കുഴപ്പിക്കുന്ന. സൈറ്റ് ഉണ്ട്, സൈറ്റ് ഉണ്ട്, സൈറ്റ് ഉണ്ട്. എസ് വെച്ചുള്ള 2 വാക്കും സി വെച്ചുള്ള 1 വാക്കുമാണ്. പ്രൊണൗൺസിയേഷൻ ഒരുപോലെ വരും കേട്ടോ. എസ് വെച്ചുള്ള 3 വാക്കല്ല, ക്ഷമിക്കണം. ആദ്യത്തേത് SIGHT. SIGHT എന്താണ്? സൈറ്റ്. സൈറ്റ് അടിക്കുക എന്ന് പറയത്തില്ലേ, എന്താണ്? കണ്ണു വെച്ച് എന്താ നോക്കുക അല്ലേ, നോക്കുക. പവർ ഓഫ് സീയിങ് അല്ലേ, കാഴ്ച അല്ലേ, കാണുക, അതിനെയാണ് സൈറ്റ് അല്ലേ. നമ്മുടെ സൈറ്റിലുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്ന എന്താണ് ഇതിലാണ് നിൽക്കുന്നത്, ആ സൈറ്റാണ് അല്ലേ. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റാണ് ഈ സൈറ്റ്, SIGHT. അടുത്തത് SITE. ഈ സൈറ്റ് SITE നമ്മൾ കൺസ്ട്രക്ഷൻ സൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ അല്ലേ, പണിസ്ഥലം നമ്മൾ സൈറ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. ആ സൈറ്റ് തന്നെയാണ് ലൊക്കേഷൻ അല്ലേ. ലൊക്കേഷൻ ഒരു സ്ഥലമാണ്. ഞാൻ കൺസ്ട്രക്ഷൻ സൈറ്റ് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, എന്താണ്? പണി നടക്കുന്ന പണിസ്ഥലം അല്ലേ. ആ സ്ഥലത്തെയാണ് SITE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്ഥലം, ഒരു സ്ഥലത്തെയാണ് SITE കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സൈറ്റ് കുറെ വ്യത്യാസമുണ്ട് അർത്ഥം, എന്താണ്? ടു മെൻഷൻ. എന്താണ്? ഹി സൈറ്റഡ് എ മിസ്റ്റേക്ക് ഇൻ മൈ എക്സ്പ്ലനേഷൻ. എൻ്റെ വിശദീകരണത്തിൽ ഒരു തെറ്റ് അവൻ, അല്ലെങ്കിൽ ഒരു തെറ്റ് അവൻ എന്താണ് കണ്ടെത്തി, അല്ലെങ്കിൽ എന്താണ് എടുത്തു പറഞ്ഞു, അല്ലെങ്കിൽ മെൻഷൻ ചെയ്തു. സൈറ്റഡ്, സൈറ്റ് എന്ന് പറഞ്ഞാൽ ടു മെൻഷൻ, എന്താണ്? ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്ന പോലെ. സൈറ്റ് CIT എന്ന് പറഞ്ഞാൽ ടു മെൻഷൻ, എന്താണ്? മെൻഷൻ ചെയ്യുക, ചൂണ്ടിക്കാണിക്കുക. ഹി സൈറ്റഡ് എ മിസ്റ്റേക്ക് ഇൻ മൈ എക്സ്പ്ലനേഷൻ. എൻ്റെ വിശദീകരണത്തിൽ ഒരു തെറ്റ് അവൻ എടുത്തു കാണിച്ചു, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ചു, മെൻഷൻ ചെയ്തു എന്ന് പറയുന്ന പോലെ. CITE. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് യു വെച്ചുള്ള 2 വാക്കുകൾ നോക്കാം. അർബൈൻ, അർബൻ. URBAN ആണ് അർബൻ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അർബൈൻ ആയി. URBANE. നമ്മൾ നേരത്തെ ഹ്യൂമൻ, ഹ്യൂമൻ എന്ന് പറഞ്ഞ പോലെ. ഇവിടെ അർബൈൻ എന്ന് പറഞ്ഞാൽ URBANE അർത്ഥം എന്ന് പറയുന്നത് പൊളൈറ്റ് ആൻഡ് റിഫൈൻഡ് ഇൻ മാനർ. വളരെ എന്താണ്? പൊളൈറ്റ് ആയിട്ടുള്ള, എന്താണ്? വളരെ എന്താണ്? നല്ല പെരുമാറ്റമുള്ള ആൾ. റിഫൈൻഡ് ആയിട്ടുള്ള പെരുമാറ്റമുള്ള, നല്ലൊരു സ്വഭാവമുള്ള ആൾ, അല്ലെങ്കിൽ ആ സ്വഭാവത്തെയാണ് എന്താണ്? അർബൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അർബൻ, URBAN. അർബൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, അർബനൈസേഷൻ എന്ന് കേട്ടിട്ടില്ലേ, നഗരവൽക്കരണം. അപ്പോൾ അർബൻ എന്ന് വെച്ചാൽ നഗരം, സിറ്റി, അല്ലെങ്കിൽ എന്താണ്? സിറ്റി ലൈഫ്, നഗരത്തെയാണ് അർബൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അർബൻ എന്ന് പറഞ്ഞാൽ നഗരം, അല്ലെങ്കിൽ നഗരജീവിതം. അർബൈൻ എന്ന് പറഞ്ഞാൽ വളരെ എന്താണ്? സൗമ്യമായിട്ടുള്ള, പൊളൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ്? റിഫൈൻഡ് ആയിട്ടുള്ള, എന്താണ്? പെരുമാറ്റമുള്ള, നല്ല വൃത്തിയുള്ള, നല്ല എന്താണ്? നല്ല മെച്ചപ്പെട്ട എന്താണ്? സ്വഭാവമുള്ള ഒരു ആൾ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ, നല്ലൊരു വ്യക്തി. അടുത്തത് വെദർ, വെദർ അല്ലേ. നമുക്ക് കൺഫ്യൂസ് ചെയ്യുന്ന 2 വാക്കുകളാണ്, നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോഴും തെറ്റിക്കാറുണ്ട്. WEATHER ആദ്യത്തെ വെദർ. രണ്ടാമത്തേത് WHETHER അല്ലേ, ഈ വെദർ. ആദ്യത്തെ വെദർ എന്ന് പറയുന്നത് എന്താണ്? കാലാവസ്ഥയാണ്, കാലാവസ്ഥ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, അല്ലെങ്കിൽ എന്താണ്? ക്ലൈമറ്റ്, കാലാവസ്ഥ. അപ്പോൾ കാലാവസ്ഥയാണ് എന്തെന്ന് പറയുന്നത് WEATHER. വെദർ ടെലികാസ്റ്റ്, എന്താണ്? വെദർ റിപ്പോർട്ട് എന്നൊക്കെ പറയത്തില്ലേ, എന്താണ്? കാലാവസ്ഥ റിപ്പോർട്ട് എന്നൊക്കെ പറയത്തില്ലേ, ആ വെദർ ഇതാണ്, കാലാവസ്ഥ. അപ്പോൾ കാലാവസ്ഥ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കാം, ഈ വെദറും ക്ലൈമറ്റും ഒന്നല്ലേ എന്ന് അല്ലേ. രണ്ടും കാലാവസ്ഥ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. പക്ഷേ ഇതിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒരു കുറേ കാലത്തേക്ക്, അല്ലെങ്കിൽ ഒരു കുറേ ദിവസത്തേക്കുള്ള കാലാവസ്ഥയെ പറയുന്നതാണ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഒരു കുറച്ച് സമയത്തേക്ക് ഉള്ള കാലാവസ്ഥയെ വെദർ എന്ന് പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഡിസംബറിൽ നമ്മൾ എന്താണ്? വിൻ്ററാണ്, വിൻ്റർ സീസൺ ആണ്. അപ്പോൾ ഡിസംബറിലെ ക്ലൈമറ്റ് നമ്മൾ എന്ത് പറയും? തണുപ്പാണെന്ന് പറയും അല്ലേ. ഡിസംബറിലെ ക്ലൈമറ്റ് തണുപ്പാണെന്ന് പറയും. പക്ഷേ ഡിസംബറിൽ എല്ലാ ദിവസവും തണുപ്പായിരിക്കുമോ? അല്ലേ. ചില ദിവസം എന്താണ്? ചൂടായിരിക്കും, ചില ദിവസം ചൂട് കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ ദിവസവും എടുത്തു കഴിഞ്ഞാൽ തണുപ്പാവണമെന്നില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അന്നുള്ള ആ സമയത്തെ മാത്രം കാലാവസ്ഥ പറയുകയാണെങ്കിൽ വെദർ എന്ന് പറയും അല്ലേ. ഇപ്പോഴത്തെ വെദർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സമയത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള കാലാവസ്ഥ. മൊത്തത്തിൽ ആ സീസൺ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എന്താണ്? അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് തണുപ്പാണ്. അപ്പോൾ ഒരു ലോങ് ടേമിൽ കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമറ്റ് എന്ന് പറയും. ഷോർട്ട് ടേം ആണെങ്കിൽ വെദർ എന്ന് പറയും. കുറച്ച് സമയത്തേക്ക്, ഒരു ദിവസത്തേക്കുള്ള കാലാവസ്ഥ മാത്രം പറയുകയാണെങ്കിൽ അത് വെദർ എന്ന് പറയും. രണ്ടും മാറി മാറിയൊക്കെ ഉപയോഗിക്കാറുണ്ട്, ഉപയോഗിക്കാം, കുഴപ്പമില്ല. രണ്ടാമത്തെ വെദർ WETHER ആണ് അല്ലേ. ഈ വെദർ ഉദ്ദേശിക്കുന്ന ഇഫ് ഇൻ കേസ് എന്നാണ് കേട്ടോ. എങ്കിൽ എന്ന്. ഞാനൊരു ഉദാഹരണം വെച്ച് പറഞ്ഞുതരാം. ഐ വിൽ ടെൽ യു വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഞാൻ പറയാം. ഐ വിൽ ടെൽ യു വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. എന്താണ്? എന്ന് പറയുന്ന ആ ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന എന്താണ്? ഈ വെദർ ആണ് കേട്ടോ. ഈ WHETHER ഇഫ് ഇൻ കേസ് ആണെങ്കിൽ,
എന്നൊരു കണക്ഷൻ കൊണ്ടുവരുന്ന എന്താണ് വാക്കാണ് വെദർ കൊണ്ട് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി നോട്ട്സിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി അവസാനം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്ന അവസാനത്തെ വാക്കുകൾ W വെച്ചുള്ളതാണ്. വേസ്റ്റ്. നമുക്കറിയാം വേസ്റ്റ് എന്താണ് മാലിന്യം അല്ലെ, ആവശ്യമില്ലാത്ത കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, അതാണ് വേസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ് വേസ്റ്റ് അൺവാണ്ടഡ് ഓർ അൺയൂസബിൾ മെറ്റീരിയൽസ്, ഉപയോഗിക്കാത്ത ആവശ്യമില്ലാത്ത വസ്തുക്കൾ, മാലിന്യം. ഇനി വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് ഇടുപ്പ്. ഓക്കെ, അതാണ് വേസ്റ്റ്. WAIST ആണെങ്കിൽ ഇടുപ്പാണ് കേട്ടോ. അതിന്റെ മീനിങ് കൊടുത്തിട്ടുണ്ട്. നാരോഡ് പാർട്ട് ഓഫ് ദി ബോഡി ബിറ്റ്വീൻ ദി ഹിപ്സ് ആൻഡ് ചെസ്റ്റ്, നമ്മുടെ നെഞ്ചിനും ഹിപ്സിനും ഇതിനും ഇടയ്ക്കുള്ള ഭാഗം അല്ലേ, അതിനെയാണ് ഇടുപ്പെന്ന് പറയുന്നത്. വേസ്റ്റ് അല്ലേ, എത്ര ഇഞ്ചാണ് നിങ്ങളുടെ വേസ്റ്റ് എന്നൊക്കെ പറയാറില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേസ്റ്റ്. അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മൾ ഇന്നിവിടെ പഠിച്ചു, ഈ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇഡിയംസ് പഠിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള അർത്ഥം മാത്രം പഠിക്കരുത്, ആശയം പഠിക്കുക. മിക്കവാറും PSCയിൽ ചോദിക്കുന്നത് ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ് ആയിട്ടായിരിക്കും. ഒരു സെന്റൻസ് തന്നിട്ട് ഒരു ഡാഷ് ഉണ്ടാവും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതിനകത്തേക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനായിരിക്കും. അപ്പോൾ ആ സെന്റൻസ് നിങ്ങൾ വായിക്കുക, ആ സെന്റൻസിന്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഏത് വാക്കാണ് നമ്മളിപ്പോൾ പഠിച്ചതനുസരിച്ച് ഏത് വാക്കാണ് ഉപയോഗിക്കാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ആശയം വെച്ച് തന്നെ പഠിക്കുക. ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്തായാലും റിവിഷന്റെ സമയത്ത് ചോദ്യങ്ങൾ വെച്ചായിരിക്കും ഈ വാക്കുകളെല്ലാം നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് വിശദമായിട്ട് കാണാം. അപ്പോൾ വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്